ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ജോയ്സ് ടിവിയിലൂടെ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആ സാക്ഷ്യങ്ങളെല്ലാം വളരെയധികം അനുഗ്രഹവും ആശ്വാസവുമാണെന്ന് നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ ദാസി ലൂസി ബാബുവാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ അനുഭവം എന്ന് വെച്ചാല് കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും കന്യാസ്ത്രീയാകാൻ കടന്നുപോയതായ ഒരു സഹോദരിയാണ്. എന്നാൽ ആ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി കണ്ടുമുട്ടുവാനും ആ മഠത്തിൽ നിന്ന് പുറത്തു വരുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസിയെ സഹായിച്ചു. ഇന്ന് കർത്താവിന്റെ വേലയോടൊപ്പം ആയിരിക്കുന്നു. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ ജോയ്സ് ടിവിയിലേക്ക് തന്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, എവിടുന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിന് അടുത്ത്. ഓക്കെ, ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, കർത്താവിന്റെ വേലയോടൊപ്പം ആണല്ലേ? അതെ. എവിടെ, ഏത് ഡിനോമിനേഷനിലാണ്? അസംബ്ലീസ് ഓഫ് ഗോഡ്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്തൃദാസിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പാ. ഹല്ലേലൂയ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ജീവിതത്തിന്റെ ഹല്ലേലൂയ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി. ഹല്ലേലൂയ കർത്താവെ, അതിന്റെ മുങ്ങയുടെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്താവെ പ്രകീർത്തിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ആത്മീക വളർച്ചയ്ക്കും വിശ്വാസത്തിന്റെ ഉറപ്പിനും കർത്താവിനോട് അടുക്കുന്നതിനും കാരണമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാനവും മഹത്വവും തിരുമേനി എടുത്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസി, കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദൈവദാസിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിനുള്ള സമയം ഞാനിപ്പോൾ നൽകി തരും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ജോയ്സ് ടിവിയിൽ വന്ന് എനിക്ക് എന്റെ സാക്ഷ്യം പറയുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പലർക്കും ശക്തി പ്രാപിച്ചവരായി നമുക്ക് ഭൂമിയുടെ അറ്റത്തോളം ഒന്ന് യാത്ര ചെയ്ത് പോയി പറയാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ദൈവം നമ്മളോട് കാണിച്ചു കാരണം നോക്കിക്കേ. ദൈവത്തിന്റെ മഹത്വം അനേകർക്ക് വിടുതലിലും അല്ലെ സാക്ഷ്യം കേൾക്കുന്നത് മുഖാന്തരം ഭവനത്തിന്റെ ഉറകളിലും ഒക്കെ ആയിരിക്കുന്ന സഹോദരിമാർക്ക് വലിയ വിടുതലായി തീരുവാൻ ദൈവം നമ്മളോട് കാണിച്ച മഹാകരുണ. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സിസ്റ്ററിനോട് ചേർന്നായിരിക്കാൻ ദൈവം സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ സ്വദേശം കോതമംഗലത്തിനപ്പുറം വടാട്ടുപാറ എന്ന ഒരു കൊച്ചു ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ കുടുംബം. എനിക്ക് അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 6 മക്കളും. ദൈവത്തിന് മഹത്വം. എന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പിതാവും മാതാവും തമ്മിൽ പരസ്പരം ഒരു ഐക്യതയില്ലായിരുന്നു. ജീവിക്കുവാനുള്ള വഴിയും സ്ഥലവും സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പച്ചനും അമ്മച്ചും തമ്മിൽ പരസ്പരം ഒരു ഐക്യതയില്ല. അത് നിമിത്തം ഞങ്ങൾക്ക് 6 മക്കൾക്കും ഭാരമായിരുന്നു, പ്രയാസമായിരുന്നു. എന്നാൽ എങ്ങനെ പരിഹാരം കിട്ടും ഒന്നും അറിയത്തില്ല. എന്നാൽ ദൈവം പടിപടിയായി വിഷയങ്ങൾക്ക് പരിഹാരം തരേണ്ടതിനെ സ്തോത്രം ചെയ്യുന്നു. അമ്മയുടെ ഉദരം മുതൽ എന്നെ കണ്ടു. ലോകസ്ഥാപനത്തിന് മുൻപേ എന്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം എന്റെ മേൽ അയച്ച് ഹല്ലേലൂയ ഞാൻ ഭാരപ്പെട്ട വിഷയങ്ങൾക്കൊക്കെയും ദൈവം പടിപടിയായിട്ട് എനിക്ക് മറുപടി നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്നെ ട്യൂഷൻ പഠിപ്പിച്ച് ഒരു പെന്തക്കോസ്റ്റ് ടീച്ചർ ആയിരുന്നു. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അവിടെ ചെന്ന് എന്നെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ടീച്ചർ ദൈവവചനം എന്നോട് പറയുമായിരുന്നു. എന്നാൽ ആദ്യമൊക്കെ ഞാൻ ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് കയറി തർക്കിക്കും. എനിക്കൊന്നോട്ട് അറിയത്തുമില്ല, പക്ഷെ ഇങ്ങനെ തർക്കിക്കും. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ടീച്ചർ എന്നോട് പറയുമായിരുന്നു, ലൂസി റേഡിയോ പ്രോഗ്രാം ശ്രദ്ധിക്കണം എന്ന് പറയും. റേഡിയോ പ്രോഗ്രാം ശ്രദ്ധിക്കുക. അന്ന് റേഡിയോയേ ഉള്ളൂ വീട്ടില്.
അപ്പൊ അങ്ങനെ റേഡിയോ പ്രോഗ്രാം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ റേഡിയോയിലൊക്കെ ഇങ്ങനെ സുവിശേഷ പരിപാടിയുണ്ട്. പക്ഷെ വചനമൊന്നും എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും പാട്ടുകൾ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പൊ ആ കാലത്ത് യേശുവിൻ നാമം എന്നേശുവിൻ നാമം എന്നുള്ള പാട്ട് വന്നു. അത് ഞാൻ ഇങ്ങനെ റേഡിയോയുടെ കേട്ട് പാടിക്കൊണ്ട് നടക്കുന്നെങ്കിലും എനിക്ക് ലൈനൊന്നും അത്ര ഇതല്ലായിരുന്നു. അപ്പൊ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ ടീച്ചർ പറഞ്ഞു, ടീച്ചറെ എന്നെ ആ പാട്ടൊന്ന് പഠിപ്പിക്കാവോ, യേശുവിൻ നാമം എന്നേശുവിൻ നാമം എന്നുള്ള പാട്ട്. അങ്ങനെ ടീച്ചറുടെ അനിയത്തി ഷീല ചേച്ചിയും കൂടെ വിളിച്ചിട്ട് അവർ രണ്ടുപേരും എനിക്കൊരു പേപ്പറിൽ എഴുതി തന്നിട്ട് ഇവര് രണ്ടുപേരും അങ്ങ് പാടുവാനായിട്ട് തുടങ്ങി. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു എന്നുള്ള വരികൾ പാടിയപ്പോൾ സത്യം പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ ഒരു ഇടപെടൽ അന്ന് പകൽ എനിക്കുണ്ടാവുകയാണ്. എന്റെ പരിശുദ്ധാത്മാവ് എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ ആ ഒരു പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരയുവാനായിട്ട് തുടങ്ങി. കരഞ്ഞ് എനിക്ക് നിർത്തണമെന്നുണ്ട്, എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. ഒത്തിരി സമയം അങ്ങ് കരഞ്ഞു. അതിനുശേഷം ഞാൻ കരച്ചിൽ നിർത്തിയപ്പോ ടീച്ചറിനോട് പറഞ്ഞു, ലൂസി യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ പറഞ്ഞു. നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ, പക്ഷെ ടീച്ചർ എന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് ടീച്ചർ എന്ത് പറഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അതെ, അങ്ങനെ ടീച്ചർ എങ്ങനെ ചൊല്ലി തന്നു. ഞാൻ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഇതൊന്നും പറയാൻ നിവർത്തിയില്ല. അപ്പൊ ടീച്ചർ ഇടയ്ക്ക് എന്നോട് പറയും, ലൂസി ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വരണം എന്ന് പറയും. കൂട്ടായ്മ എന്തുവെന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കും, ടീച്ചർ പറഞ്ഞല്ലോ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വരണമെന്ന്, എന്താണോ കൂട്ടായ്മ എന്നൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടൊക്കെ നടക്കും. അങ്ങനെ ഇരിക്കും ആ കൂട്ടായ്മയ്ക്കൊന്നും പോകാനായിട്ട് അവസരം ആദ്യമേ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കത്തോലിക്ക സഭ മൂവാറ്റുപുഴ ജീവജ്യോതിയിൽ അഗസ്റ്റിൻ പള്ളിക്കുന്നൻ അച്ഛന്റെ നേതൃത്വത്തിൽ കരിസ്മാറ്റിക് ധ്യാനം വന്നു. ആ കരിസ്മാറ്റിക് ധ്യാനത്തിൽ എന്റെ മൂത്ത ചേച്ചി പോയി. മൂത്ത ചേച്ചിക്ക് അത്ഭുത രോഗസൗഖ്യം കിട്ടി. ഒരുപക്ഷെ സിസ്റ്റർ കേട്ടണമെന്ന് അറിയത്തില്ല, കുട്ടിയച്ഛൻ പാട്ട് പാടുന്ന കുട്ടിയച്ഛൻ ആ ചേട്ടനൊക്കെ ആ കരിസ്മാറ്റിക്കിന് പോയി. ഭയങ്കര മാറ്റമായി. അങ്ങനെ എനിക്കും കരിസ്മാറ്റിക് ധ്യാനത്തിന് പോകാനായിട്ട് അവസരം ലഭിച്ചു. അപ്പൊ 5 ദിവസത്തെ കരിസ്മാറ്റിക് ധ്യാനമാണ്. 4 ദിവസവും പലരും വന്ന് ക്ലാസ് എടുക്കും, വിവിധ സബ്ജക്റ്റുകളെ കുറിച്ച് ക്ലാസ് എടുക്കും, കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. എല്ലാം ഭയങ്കര സന്തോഷം. 5ാമത്തെ ദിവസം ആത്മാഭിഷേകത്തിനുള്ള ദിവസമാണ്. അന്ന് അഗസ്റ്റിൻ പള്ളിക്കുന്നനച്ഛന് പറയും, അഭിഷേകത്തിനുള്ള ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചെറു പ്രായം തൊട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത ആ സമയം, ആ പ്രായം വരെയുള്ള പാപം ദൈവത്തോടെ ഏറ്റു പറയാൻ പറയും. അപ്പൊ ഞാനും എന്റെ പാപം എല്ലാം ഏറ്റു പറയാൻ തുടങ്ങി. അനുസരണക്കേടും ഒക്കെ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുന്ന പാപം എല്ലാം ദൈവത്തോടെ ഏറ്റു പറഞ്ഞ് കരയുകയാണ്. അവിടെ കോൺഗ്രിഗേഷനിൽ ഭയങ്കര കരച്ചിലാണ് ആ സമയത്ത് പാപബോധം കൊണ്ട്. അതിനുശേഷം അച്ഛൻ എല്ലാവരും തലയിൽ കൈവച്ച് ഇങ്ങനെ എണ്ണയിപ്പിച്ച് നിർത്തിയിട്ട് തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു വന്ന് എന്റെ തലയിൽ കൈവച്ചപ്പോൾ എനിക്ക് ഒരു അനുഭവം ഉണ്ടായില്ല. എന്റെ അടുത്തു നിന്നൊരു പ്രായമുള്ള വല്യമ്മ അന്യഭാഷ പറഞ്ഞ് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുകയാണ്. എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ വീണ്ടും ഒന്നുകൂടെ വന്ന് എന്റെ തലയിൽ കൈവച്ചപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിന്റെ ആദ്യ ശക്തിയുടെ 2ാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ വന്ന് ശക്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ കൈ ഇങ്ങനെ അടിച്ചടിച്ച് അതുപോലെ ചുണ്ട് ഇങ്ങനെ വിറച്ചു, തണുപ്പത്തൊക്കെ വിറച്ചു പോകുന്ന പോലെ വിറയ്ക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതുപോലെ ഹല്ലേലൂയ പറയുമ്പോഴത്തേന് ഇങ്ങനെ ചുണ്ട് വിറച്ചങ്ങ് പോകും. എനിക്ക് ഭയങ്കര അനുഭവമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെ സന്തോഷത്തോടെ കരിസ്മാറ്റിക് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് എന്റെ മൂത്ത ചേച്ചിക്ക് ഭയങ്കര മാറ്റമായി. പക്ഷെ അവൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ല. അവൾ ഇങ്ങനെ അവളുടെ വീട്ടിൽ കഴിയാണ്. തൊട്ടടുത്ത് 2 പെന്തക്കോസ്ത് ഹോളുകളുണ്ട്. പക്ഷെ ആരാധനയ്ക്ക് പോകാനായിട്ട് ചേട്ടൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ അനുഭവം സോദരൻ ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ഇടവ പള്ളിയിൽ കുർബാനയ്ക്ക് പാട്ട് പാടുമായിരുന്നു. അപ്പോ കരിസ്മാറ്റിക് ധ്യാനം കഴിഞ്ഞ് വന്നപ്പോ ഈ സിസ്റ്റർ അഡാക്ടർ സഭയിൽ നിന്ന് 2 സിസ്റ്റർമാർ എന്റെ വീട്ടിൽ വന്ന് അപ്പച്ചനോട് പറഞ്ഞു, കുഞ്ഞപ്പഞ്ചേട്ടാ ലൂസിയെ ഞങ്ങൾക്ക് മഠത്തിലേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും അറിയത്തില്ലല്ലോ നമുക്ക് പെന്തക്കോസ്തുകാരുണ്ടോന്നോ ഏതാ ഒന്നും. ദൈവം നമ്മളെ ഇങ്ങനെ കണ്ട് തന്റെ ഹിതത്തിലേക്ക് പണിതെടുക്കുകയാണ്. അതൊക്കെ പിന്നീടല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അങ്ങനെ പറഞ്ഞനുസരിച്ച് എനിക്ക് ആ പെർമിഷൻ കിട്ടി. എനിക്ക് സാധനം എല്ലാം മേടിച്ച് ഞാൻ മഠത്തിൽ കൊണ്ടുവന്നാക്കി. സെയിന്റ് ജോസഫ് കോൺവെന്റ് ധർമ്മഗിരി, കോതമംഗലത്തിനും പെരുമ്പാവിനും ഇടയ്ക്ക് ഗവൺമെന്റിൽ കൊണ്ടുപോയി ചേർത്തു. അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്കുണ്ട്. വിഗ്രഹാരാധന തെറ്റാന്ന് എന്റെ ദൈവം എന്നെ ഗ്രഹിപ്പിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, സാഹചര്യങ്ങളിൽ. അങ്ങനെ അവിടെ ചെന്ന് പിന്നെ ഇതുപോലെ കുർബാനയും വിഗ്രഹാരാധന എല്ലാം
എല്ലാം തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഈ മഠത്തിലെ പ്രത്യേകത വ്യാഴാഴ്ച റിക്രിയേഷൻ എന്ന് പറയും. വ്യാഴാഴ്ച ഒരു സന്തോഷിക്കുന്ന ഡേ ആണ്. കന്യാസ്ത്രീമാരൊക്കെ ചേർന്ന് അവരുടെ കലകൾ പാടാനുള്ള ഒരു പാടും ഡാൻസ് ചെയ്യും. അതുപോലെ അങ്ങനെ ഓരോരോ കലാപരമായിട്ട് കഴിവുള്ളവര് അങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഒരു ഡേ ആണ് തേഴ്സ്ഡേ നൈറ്റ്. അപ്പൊ അന്ന് ബ്രാഞ്ച് സഭകളിൽ നിന്നൊക്കെ കന്യാസ്ത്രീമാരൊക്കെ വരും. അപ്പൊ എന്റെ ദേശത്ത് നിന്ന് അന്ന് ജോർജിയമ്മ സിസ്ലിയമ്മ എന്ന് പറഞ്ഞ 2 സിസ്റ്റർമാർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ റിക്രിയേഷൻ ഒക്കെ കഴിഞ്ഞ് ഭയങ്കര സന്തോഷിച്ച് അപ്പൊ അന്ന് ഈ ഡാൻസിന് പാടി കൊടുക്കുന്നത് ഞാനാണ്. ഇന്നത്തെ പോലെ അല്ലല്ലോ, നമ്മൾ മൈക്കിൽ ഇങ്ങനെ പാടി കൊടുത്തിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഡാൻസിനൊക്കെ ഇങ്ങനെ പാടി കൊടുത്ത് ഭയങ്കര സന്തോഷമായല്ലോ. എന്തു പറ്റി? ഓക്കെ, പാടി കൊടുത്ത് ഭയങ്കര സന്തോഷമായല്ലോ എന്ന് ഓർത്ത് ഞാനും സന്തോഷത്തോടെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ, ഉറങ്ങാനായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ജോർജിയ മിസ്റ്റർ ലൂസി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ കൈകൂപ്പിന്നു, സിസ്റ്ററെ, കാരണം എന്റെ ദേശത്ത് എന്റെ വീട്ടിൽ നിന്ന് വരുമല്ലേ, അപ്പൊ എന്റെ വീടിനെ കുറിച്ച് എന്തോ പറയാൻ പോവാന്ന് ഓർത്ത് ഞാൻ കൈകൂപ്പിന്നു. അതിനിടയിൽ എന്റെ മൂത്ത ചേച്ചി കസ്മാറ്റിക് ധ്യാനത്തിന് പോയി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായി. അവളെ ഓർണമെന്റ്സ് ഒക്കെ ഊരി. ആരും അറിഞ്ഞതല്ല, ദൈവം അവളോട് ഇടപെട്ട് അവളെ ഓർണമെന്റ്സ് ഊരി. പക്ഷെ പെന്തക്കോസ്ത് പോവാനായിട്ട് സമ്മതിക്കത്തൂല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ജോർജിയ മാസ്റ്റർ എന്നോട് പറഞ്ഞു, ലൂസി ചേച്ചി മോളി പള്ളി വരുന്നില്ല, ആഭരണം ഇതിങ്ങനെ എന്തോ. സിസ്റ്റർ പറഞ്ഞോ എന്റെ മുഖം കാണണ്ട, സംസാരിച്ചോ. അല്ല, ഇതിങ്ങനെ താഴുന്നു, അതാ. സോറി, അങ്ങനെ പറഞ്ഞു. അപ്പൊ ലൂസി ചേച്ചി മോളി പള്ളി വരുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതും കേട്ടതോട് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഉറങ്ങാൻ വേണ്ടി ഞങ്ങള് എന്റെ ഹോള്, ആസ്പിറൻസി ഹോള് 2ാം നിലയിലാണ്. ഞാൻ 2ാം നിലയിൽ ചെന്നു. എന്റെ ബെഡിൽ ചെന്ന് അതെ, ഒരു പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പ്രവർത്തനം എന്റെ മേൽ വരേണ്ടതിന് എന്നെ അന്ന് രാത്രി കരയിപ്പിക്കാൻ വേണ്ടി ദൈവം ഇട്ട ഒരു വിഷയമായിരുന്നു ഇത്. അങ്ങനെ ഞാൻ ബെഡിൽ ചെന്നു, വീടിനെ കുറിച്ചൊക്കെ ഓർത്തു, സിസ്റ്റർ പറഞ്ഞ കാര്യം ഓർത്ത് കരയുവാനായിട്ട് തുടങ്ങി. കരഞ്ഞ് നമുക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ലേ? വസ്ത്രങ്ങളെല്ലാം ഹൃദയത്തെ തന്നെ കീറി എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? അതുപോലെ കരഞ്ഞ് കിടന്നു കഴിഞ്ഞ് ഞാൻ കരഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. നല്ല ഉറക്കത്തിലാണ് എന്റെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാകുന്നത്. ആ ഹോളിൽ 3 ലൈൻ ബെഡിട്ടിരിക്കുകയാണ്. അപ്പം ഓരോ ബെഡിനും ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ബെഡിട്ടിരിക്കുകയാണ്. നല്ല ഉറക്കത്തിൽ എന്റെ ശരീരം എന്റെ ബെഡിൽ നിന്ന് തെറിച്ച് നടുക്കുള്ള ആ ലൈനില് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൽ കൊണ്ടുപോയി മുട്ടുകുത്തി അങ്ങ് നിർത്തി, വളരെ സോഫ്റ്റ് ആയിട്ട്. അപ്പൊ തെറിച്ചു പോകുന്ന സമയത്ത് എനിക്ക് എന്റെ ശരീരം ഒരു കാറ്റ് പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. എനിക്കൊരു ശരീരം ഇല്ല അന്നേരം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയപ്പെടുകയാണ്. ഹല്ലേലൂയ. എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്നിപ്പോ എക്സാമ്പിൾ പറയാൻ പറ്റും, അന്നൊന്നും എക്സാമ്പിൾ പറയാൻ പറ്റത്തില്ല. മറിയയുടെ ജീവിതത്തിൽ യേശുവിന്റെ ജനനം നടക്കുന്നതിന് മുൻപ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ഹല്ലേലൂയ. വേറൊരു വാക്യം പറഞ്ഞാൽ എന്റെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എനിക്ക് ചില മിനിറ്റുകൾ എന്റെ ശരീരത്തിൽ ഞാൻ ആ വചനത്തിന്റെ ശക്തി അനുഭവിക്കുകയാണ്. സോ അത് പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിന്റെ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരമായിട്ട് മാറിയ അനുഭവം. അതിനുശേഷം എന്റെ കരം ദൈവം തന്നെ, കാരണം മഠത്തിൽ നമ്മൾ ആ സമയത്ത് ഹല്ലേലൂയ പറയത്തില്ല, സ്തോത്രം ചെയ്യുന്നു. എന്റെ കരം മുകളിലേക്ക് ഞാനായിട്ടല്ല ഉയർത്തുന്നത്, ഈ ശക്തി തന്നെ എന്റെ കരം നിയന്ത്രിക്കുന്നു. എന്റെ കരം മുകളിലേക്ക് ചെന്നിട്ട് ഞാൻ എന്റെ പൂർണ്ണ ശബ്ദത്തിൽ ഹല്ലേലൂയ. അതിനുശേഷം വീണ്ടും പെട്ടെന്ന് എന്റെ കരം താത്താൻ പറ്റത്തില്ല. ഈ ശക്തിക്കുള്ളിലാണ് വീണ്ടും ഈ ശക്തി എന്റെ ശരീരം നയിക്കുന്നതിനനുസരിച്ച് എന്റെ കരം ഇങ്ങനെ താഴെ ഇങ്ങനെ 3 പ്രാവശ്യം എന്റെ പൂർണ്ണ ശബ്ദത്തിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞു എന്റെ റൂമിൽ എന്റെ ബെഡിൽ വന്നു. ഞാൻ അപ്പൊ മഠത്തിലാണ്, ഈ നിയമമുള്ള സ്ഥലമാ. രാത്രി അങ്ങനെ വിളിച്ചു കൂവിയാ പിന്നെ നിയമം തെറ്റിച്ചാൽ പറഞ്ഞു വിടുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പൊ ഞാൻ എന്റെ ബെഡിൽ വന്ന് ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, നാളെ അപ്പച്ചനോടോ എന്റെ മൂത്ത ആങ്ങളോടോ വരാൻ പറയും, ലൂസിയെ കൊണ്ടാക്കൊള്ളാൻ പറയും. കാരണം അന്നേരത്തെ എന്റെ ചിന്ത, ഞാൻ ഈ പറഞ്ഞ ശബ്ദം മറ്റുള്ളവരൊക്കെ കേട്ടു എന്നുള്ളതാണ്. കോതമംഗലം ധർമ്മഗിരിയുടെ ഭയങ്കര മഠമാണ്. സ്തോത്രം ചെയ്തു. താഴെയെല്ലാം ധർമ്മഗിരിയിലെ ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ് അടക്കം ന്യൂഷീറ്റ് കോളടക്കം വലിയൊരു സ്ഥാപനമാണത്.
പക്ഷെ എന്നെ വ്യക്തിപരമായിട്ട് സന്ദർശിച്ചതാണെന്ന് അന്നേരം നമുക്കതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഭയപ്പെട്ട്. അങ്ങനെ ഭയപ്പെട്ട് ചിന്തിച്ച് ഞാനിങ്ങ് കിടന്ന് ഉറങ്ങി. മോർണിംഗ് 4 മണിക്ക് ബെല്ലടിച്ചപ്പോ എന്റെ കൂട്ടുകാരോട് ചോദിച്ചോടി ഒരു ശബ്ദം കേട്ടോടി. ഞാനൊരു വലിയ ശബ്ദം, ഞാനീ പറഞ്ഞത് കേട്ടോന്നായി ചോദിക്കുന്നത്. പക്ഷെ ആരും ആ ശബ്ദം കേട്ടില്ല. എന്നെ വ്യക്തിപരമായിട്ട് സന്ദർശിച്ചതായിരുന്നു ദൈവം. അതിനുശേഷം തന്നെ എനിക്ക് ഭയങ്കര മാറ്റമായി. സ്തോത്രം ചെയ്ത് ഭയങ്കര മാറ്റമായി. ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോഴും അങ്ങനെ പല പല സന്ദർഭങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഇങ്ങനെയുണ്ട്. നീ ഇവിടെ നിൽക്കേണ്ടവളല്ല, നീ ഇവിടെ നിൽക്കേണ്ടവളല്ല എന്ന് എന്നോട് ഇങ്ങനെ ഇടപെടും. അപ്പൊ ഞാൻ ആ ശബ്ദത്തോട് എഗൻസ്റ്റ് ചെയ്യും. അയ്യോ, ഇവിടെ നിന്നിട്ട് അങ്ങനെ ഉള്ള കാര്യമേ ഉള്ളൂ എന്നിങ്ങനെ ഞാൻ ആ ചിന്തയോട് എഗൻസ്റ്റ് ചെയ്യും. എനിവേ, എന്റെ ദൈവം എന്നെ സന്ദർശിച്ചതായിരുന്നു. 6 മാസത്തിന് ശേഷം 10 ദിവസത്തെ അവധിക്ക് ഞാൻ വീട്ടിൽ വന്നപ്പോ ബസ് ഇറങ്ങുന്ന എന്റെ മൂത്ത ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ട് അവിടെയാ സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് ഇറങ്ങി ചെന്നപ്പോ മൂത്ത ചേച്ചി ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ച് അവൾക്ക് ഭയങ്കരമായ ഇടപെടൽ അവൾക്ക് ഉണ്ടായി കഴിഞ്ഞു. എന്നോട് പറഞ്ഞു, ലൂസി നീ മടക്കി പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടില് മടത്തി പോയില്ല. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അപ്പച്ചനൊക്കെ വിഷമമായി. അതൊക്കെ സഹിക്കാനുള്ള കൃപ ദൈവം തന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങളുടെ തൊട്ടടുത്ത് ചർച്ച് ഓഫ് ബോർഡിന്റെ ഒരു ഹോളുണ്ട്. രാജൻ എബ്രഹാം എന്ന് പറഞ്ഞൊരു പാസ്റ്റർ അവിടെ പ്രവർത്തിക്കുന്നത്. ആ പാസ്റ്റർ ഞങ്ങളുടെ വീടിന്, നമ്മളെ റോഡ് അരികാൻ ഞങ്ങളുടെ വീട്, അതിലൂടെ ഇങ്ങനെ നടന്ന് പാസ്റ്റർ കടയിൽ പോകാനും ഒക്കെ ഞങ്ങളുടെ വീടിന്റെ അതിലൂടെ പോകും. അങ്ങനെ പാസ്റ്റർ ഞങ്ങളുടെ വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മൂത്ത ചേച്ചി എന്റെയൊക്കെ കാര്യം അറിയുന്നുണ്ട്. പക്ഷെ വീട്ടിൽ കയറാൻ നിവൃത്തിയില്ല. അപ്പച്ചൻ ഭയങ്കര പ്രതികൂലമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഞാനും എന്റെ ചേച്ചി മാത്രം വീട്ടിലുള്ളപ്പോ എന്റെ അപ്പച്ചനാണെങ്കിൽ പറമ്പിൽ നിന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. ആ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു ഞങ്ങളുടെ വരാന്തയിലിട്ടിരിക്കുന്ന കസേരയിൽ വന്നങ്ങ് ഇരുന്നു. അപ്പച്ചൻ ഇത് കണ്ട് ഭയങ്കരമായിട്ട് കോപിച്ച് പണിയുന്നിടത്ത് ഓടി വന്നിട്ട് ഈ അപ്പച്ചൻ വിരല് ചൂണ്ടി എന്നിട്ട് പറഞ്ഞു, നീ എന്റെ വീട്ടിൽ കയറി എന്നെ വളരെ ഞാൻ ചവിട്ടി കൂട്ടിക്കുന്നു പറഞ്ഞു പാസ്റ്ററോട്. അപ്പൊ ഞാനും എന്റെ ചേച്ചി ആ പുരയ്ക്കകത്ത് ഞങ്ങള് ഭയപ്പെട്ട് പാസ്റ്ററിന് വെള്ളം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അതും പറ്റുന്നില്ല. ഞങ്ങള് ഭയപ്പെട്ട് പരിക്കാത്ത ഇരിക്കുകയാണ്. പാസ്റ്റർ അപ്പച്ചൻ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോയി. പക്ഷെ പാസ്റ്റർ എഴുന്നേറ്റ് പോയില്ല. പാസ്റ്റർ അവിടെ തന്നെ ഇരുന്ന് ഇച്ചിരി നേരം കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് പാസ്റ്റർ അങ്ങ് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറൊരു വീട് വെക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരം വെപ്പിന് ഒരു ചടങ്ങുണ്ടല്ലോ, സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചന് ആ ചടങ്ങില് പാസ്റ്ററെ പോയി വിളിച്ചു കൊണ്ടുവന്ന് സമ്മതിപ്പിച്ചു. അതെ, അങ്ങനെ പാസ്റ്ററെ വിളിക്കാൻ എന്തോ കാര്യം? എതിർപ്പുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെ പാസ്റ്ററെ വിളിക്കാൻ എന്താ കാര്യം? അതൊരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അങ്ങനെ ഇരിക്കുമ്പോ പാസ്റ്റർ പിന്നീട് ഞങ്ങൾക്കൊക്കെ കുറെ പേർക്ക് ഞങ്ങളുടെ ദേശത്ത് മാറ്റമായി. അപ്പം പാസ്റ്ററോട് പിന്നെ അപ്പച്ചൻ അടുത്തു തുടങ്ങി, സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അപ്പച്ചനോട് പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയപ്പം അപ്പൊ എന്റെ വിവരമൊക്കെ അറിഞ്ഞിട്ടാ പറയുന്നത്. പാസ്റ്ററെ പിന്നെ പത്തൽവർക്കൊക്കെ പഠിക്കാവുന്ന ഒരു ബൈബിൾ സെമിനാരി ഇതുപോലെ ചങ്ങനാശ്ശേരിക്ക് അടുത്ത് പായിപ്പാടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചന് ഇതൊന്നും അറിയത്തില്ല, ബൈബിൾ സെമിനാരി എന്താണെന്നൊന്നും അപ്പച്ചന് അറിയത്തില്ലല്ലോ. അപ്പൊ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ കത്തോലിക്കർക്ക് പഠിക്കാവുന്നതാണോ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. ഇത് പറയുന്നില്ല നമ്മള്. അങ്ങനെ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. അങ്ങനെ ബൈബിൾ കോളേജിൽ എന്നെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയി. മൂത്ത സഹോദരനെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയത്. അവിടെ ചെന്ന് എന്നെ ആ സ്ഥാപനത്തിൽ എടുത്തു. ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേന് വൈകിട്ട് അപ്പച്ചൻ കുടിച്ചിട്ട് വന്നിട്ട് ആരും അനാവശ്യമായി അപ്പച്ചനെ പറഞ്ഞു കേൾപ്പിച്ചു. ഞങ്ങള് പോയത് ഇങ്ങനെ വേറെ എന്തോന്നിനു വേണ്ടിയാവുന്ന ആരും നിർത്തില്ല. ആ സമയം കൊണ്ട് പറഞ്ഞ് അപ്പച്ചൻ വൈകുന്നേരം മദ്യപിച്ചു വന്ന് മൂത്ത ആങ്ങളെ തീറി വിളിച്ച് അങ്ങനെ അന്നേരം മൂത്ത ആങ്ങളെ എന്നോട് പറഞ്ഞു, ലൂസി ഇനി ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കണ്ട, നിനക്ക് എന്തെങ്കിലും അവസരം കിട്ടിയെങ്കിൽ നീ പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വിഷമമായി. അപ്പൊ ഈ തിങ്കളാഴ്ച ഇന്റർവ്യൂവിന് പോകേണ്ടതെങ്കിൽ അടുത്ത തിങ്കളാഴ്ച എനിക്ക് ഇന്റർവ്യൂ പോയെങ്കിൽ അടുത്ത തിങ്കളാഴ്ച എനിക്ക് പോകേണ്ടത്. ഈ ദിവസങ്ങളൊന്നും എന്റെ മൂത്ത സഹോദരനെ പോകുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. ദൈവമേ, ബൈബിൾ കോളേജിൽ പോകാൻ പറ്റത്തില്ലല്ലോ എന്നോർത്ത് ഞാൻ കണ്ടമാനം വിഷമിച്ച് എനിക്ക് അറിയാവുന്നതുപോലെയൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ മൂത്ത സഹോദരൻ ചിട്ടി പിരിവാണ്. അപ്പൊ ചിട്ടി പിരിക്കാൻ പോയപ്പോ എന്നെ രക്ഷയിലേക്ക് നടത്തിയ ടീച്ചറിന്റെ അമ്മയുടെ അനിയത്തി കൊച്ചമ്മ വിവാഹം ഒന്നും കഴിക്കാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു അമ്മച്ചിയാണ്. ഈ ചിട്ടി പിരിവിന് പോയപ്പോ എന്റെ മൂത്ത സഹോദരൻ ഈ കൊച്ചമ്മയെ കണ്ടു. കൊച്ചമ്മയോട് പറഞ്ഞു, ലൂസി എങ്ങനെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയി, ഇങ്ങനെ ഇന്നടത്ത് ആ കൊച്ചമ്മ ലൂസി ഒന്ന് കൊണ്ടുപോകാവോ എന്ന് കൊച്ചമ്മയോട് ചോദിച്ചു.
ഇതും എന്നോട് പറയുന്നില്ല. അപ്പൊ പിറ്റേ തിങ്കളാഴ്ച എനിക്ക് പോകേണ്ടത്. ഞായറാഴ്ച രാത്രി അപ്പൊ ഒത്തിരി താമസിച്ച് എന്റെ സഹോദരൻ ഉറങ്ങുള്ളൂ. അപ്പൊ ഞാനും എന്റെ അമ്മച്ചിയും ചേച്ചിയും കൂടെ കിടന്ന് ഉറങ്ങുന്നു. എനിക്ക് അങ്ങ് സങ്കടം, നാളെ സ്കൂളിൽ പോകണ്ടേ. ഈ വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് കിടന്നു. അപ്പൊ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോ മൂത്ത സഹോദരൻ ലൂസി എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ലൂസി വിളിച്ചു, എന്താ? അപ്പൊ മൂത്ത സഹോദരൻ ചോദിക്കുക, നാളെ അല്ലേ നിനക്ക് പോകേണ്ട ദിവസം? ഒരു മിറക്കിളല്ലേ? അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്റെ പെട്ടിയും സാധനങ്ങളൊക്കെ പറക്കി വെച്ച് ഞാൻ ഒരുങ്ങിയാണ്. അപ്പൊ തന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ, ഞാനും മൂത്ത സഹോദരനും അമ്മച്ചിയും വിശ്വാസത്തിൽ വന്നതിന്റെ പേരില് എന്റെ മൂത്ത സഹോദരൻ വീട്ടിൽ നിന്ന് മാറി, എന്നാ പഴയ വീട് പൊളിച്ചതിന്റെ ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ മടല് വാരിടാനും തേങ്ങയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മാറി താമസിക്കുകയാണ്. ഞങ്ങളോട് മാറി താമസിക്കും. അപ്പച്ചോട് പറയാൻ നിവൃത്തിയില്ല. ഈ വിശ്വാസം നമ്മുടെ പെന്തക്കോസ്ത് അനുഭവം വന്നതിന്റെ പേരിൽ അങ്ങനെ ആയതാ, അല്ലാതെ വേറെ ഒരു കാരണങ്ങളും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനെ കൊച്ചമ്മോട് പറഞ്ഞു. അപ്പൊ തിരുവനന്തപുരത്തു നിന്ന്, ഇടമലയാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ബസ് പോകുന്നുണ്ട്, ചങ്ങനാശ്ശേരി വഴി. അപ്പൊ കൊച്ചമ്മോട് പറഞ്ഞു, ലൂസി ഒന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സഹോദരൻ പറഞ്ഞു, ലൂസി ഇതുപോലെ രാവിലെ കൊച്ചമ്മ വരും, നീ കൊച്ചമ്മയുടെ കൂടെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചമ്മ എപ്പോഴാന്നറിയാം, 4 മണിക്കാ ബസ്. മൈലുകൾ യാത്ര ചെയ്താലേ ആ റൂട്ടിൽ നമുക്ക് ചെല്ലാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ കൊച്ചമ്മ വന്നു, ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്തു വെച്ചു, സാധനം വെച്ചപ്പോ മൂത്ത സഹോദരൻ എന്നോട് പറഞ്ഞു, ലൂസി അപ്പച്ചനോട് പറഞ്ഞിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചനോട് പോകുക എന്ന് പറയുന്ന സമയത്ത് അറിയാമല്ലോ, ഇതുപോലെ പ്രതികൂലമായി നിൽക്കുന്ന എന്റെ അപ്പച്ചൻ. അന്നേരത്തെ എന്റെ ചിന്ത, ഞങ്ങളെ എല്ലാം വെട്ടും, എന്റെ പെട്ടിയും വെട്ടും, എല്ലാം വെട്ടും, പോക്കും നിൽക്കും എന്നാണ് എന്റെ ചിന്ത. അപ്പൊ മൂത്ത സഹോദരൻ പറഞ്ഞു, നീ അപ്പച്ചനോട് പോകുക എന്ന് പറഞ്ഞിട്ടേ പോകാവുള്ളൂ. അതെന്റെ ജീവിതത്തിൽ ഒരു മിറക്കിളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അങ്ങനെ ഞാൻ അപ്പച്ചന്റെ അടുത്ത് ചെന്ന്, അപ്പച്ചൻ നല്ല ഉറക്കമാണ്. അപ്പച്ചന്റെ കയ്യെ തട്ടി, അപ്പച്ചാ ഞാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പച്ചൻ എഴുന്നേറ്റില്ല. രണ്ടാമതും ഞാൻ കൈ തട്ടി, അപ്പച്ചാ ഞാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പച്ചൻ എഴുന്നേറ്റില്ല. മൂന്നാമതും അപ്പച്ചാ ഞാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പച്ചൻ എഴുന്നേറ്റില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഗാഠനിദ്ര, അന്ന് ഗാഠനിദ്ര എന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. സഹോദരൻ, എന്റെ അപ്പച്ചൻ അന്ന് ഗാഠനിദ്ര ദൈവം കൊടുത്തു. അതൊരു മിറക്കിളാണ്. സ്തോത്രം ചെയ്യും. മോശയെ ദൈവം വിളിച്ചിറക്കിയപ്പോൾ മോശയ്ക്ക് 3 എവിഡൻസ് കൊടുത്ത് ഉറപ്പിച്ചിട്ടല്ലേ മോശയെ മരുഭൂമിയിലേക്ക് ഇറക്കിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം തരുന്ന വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മരണം വരെയുള്ള നിലനിൽപ്പിന് മതിയായതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെ, അതുകൊണ്ട് എനിക്ക് ദൈവദാസിമാരോട് പറയാനുള്ളത്, ക്രിസ്തീയ ജീവിതത്തിൽ സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച വ്യക്തമായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ ഉടമസ്ഥരായി തീരണം. രക്ഷാനുഭവം പ്രാപിച്ചു, അല്ലെങ്കിൽ നമ്മൾ ആത്മശക്തിയിൽ നമ്മൾ കൈയടിച്ച് ആരാധിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങൾ വളരെ നല്ലതാണ്. അതിനേക്കാൾ ഉപരിയായി വളരെ നിലവിളിച്ച് ചില സ്വർഗീയ അനുഭവങ്ങൾ പ്രാപിക്കേണ്ടതിന് ഈ 2024 നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, കഴിഞ്ഞകാല അനുഭവമല്ല, ചില പുത്തൻ അനുഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കണം. പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായ ജീവിതത്തില് സ്തോത്രം ചെയ്യുന്നു, അനുഭവങ്ങൾ പ്രാപിക്കാത്തത് കൊണ്ടാണ് പലരും ക്രിസ്ത്യ ജീവിതത്തിൽ പട്ടുപോകുവാനിടയായി തീർന്നിട്ടുള്ളത്. അതൊക്കെ പോട്ടെ. അങ്ങനെ ഞാൻ കൊച്ചമ്മയുടെ കൂടെ ബസ്സിന് കയറി ചങ്ങനാശ്ശേരി ചെന്നു. ചങ്ങനാശ്ശേരി ചെന്നപ്പം ബൈബിൾ സെമിനാരി ചെന്നു. അങ്ങനെ അവിടെ BTS ഞാൻ ക്ലാസ് തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് അന്ന് എന്റെ മൂത്ത ആങ്ങളെ ഒരു ഫീസ് പറഞ്ഞായിരുന്നു. മൂത്ത ആങ്ങളെ ഫീസ് തരാതെയായി. അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു കോർണറുണ്ട്, ടെറസിന്റെ മുകളിൽ ഒരു കോർണറുണ്ട്. അവിടെ പോയി ഞാൻ മുഴങ്കാലും മടക്കി ഞാൻ നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. ദൈവമേ, സഹോദരൻ ഫീസ് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോ കോളേജ് രജിസ്ട്രാർ എബ്രഹാം മാത്യു സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലൂസി ഫീസ് തരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ കോഴ്സിന് ഞാൻ ഫീസ് കൊടുക്കാതെയാ പഠിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ ഒന്നും തന്നെ അറിയത്തില്ല. ഏതായി നമ്മൾ പള്ളിയിൽ പോകും, കുർബാന കാണും, വീട്ടിൽ പോരും, ഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഒന്നും തന്നെ എനിക്ക് വചനം ഞാൻ ഗ്രഹിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും തമാശ പോലെ പറയുന്ന ഒരു കാര്യം, ഒരു ദിവസം ക്ലാസ്സിലിരുന്നപ്പോ സാറ് വന്ന് എന്നോട് ചോദിച്ചു, ലൂസി സ്റ്റാൻഡപ്പ്. ഞാൻ എഴുന്നേറ്റിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ലൂസി ഏലിയാണോ പെണ്ണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, കോതങ്ങൾക്കൊക്കെ ഒത്തിരി ഏലി ചേട്ടത്തിമാരുണ്ട്, എന്റെ ഇടവപ്പള്ളിൽ തന്നെ ഏലി വല്യമ്മമാരൊക്കെ ഉണ്ട്, എന്തായി സാർ ഇങ്ങനെ? ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് പെട്ടെന്ന് പെണ്ണാന്ന് പറഞ്ഞു. ഏലി പുരോഹിതനെ കുറിച്ചായി പറയുന്നത്. അതെ, ഒന്നും അറിയത്തില്ലായിരുന്നു.
പഠിക്കുന്ന കാലയളവിൽ ഒന്നും ജീവിതത്തിലെ പ്രതികൂലങ്ങൾ നിമിത്തം എനിക്ക് ദൈവവചനം വേണ്ട വിധത്തിൽ ഒന്നും തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം കുറച്ചൊക്കെ പഠിക്കാൻ ദൈവമായി കർത്താവ് കൃപ ചെയ്തു. പിന്നെ അന്ന് ബൈബിൾ സെമിനാറിന്റെ അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര, എനിക്ക് ഫീസും ഇല്ല, എന്റെ കൈ പൈസയും ഇല്ല, ആരും സഹായിക്കാനും ഇല്ല. സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ സെമിനാറിലൊക്കെ അന്ന് ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായിട്ടുള്ള ഫുഡാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അല്ലെ 4 മണിക്കൊക്കെ ആണെങ്കിൽ ഒരു കട്ടൻ കാപ്പി, നമ്മൾ സ്കൂൾ വിട്ട് വന്ന സമയത്ത് നല്ല ഏത്തപ്പഴം പുഴുങ്ങിയതും കപ്പ വേവിച്ചതും ഒക്കെ തിന്നുന്ന സമയത്ത് അന്ന് ബൈബിൾ സെമിനാറിലൊന്നും ഒന്നുമില്ല. ആ കട്ടൻ കാപ്പി കുടിക്കും. ഈ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് ചർച്ചിന്റെ മുകളിൽ ഒരു കോർണറിൽ പോയിരുന്നു നിലവിളിക്കുകയാണ്. അങ്ങനെ ഞാൻ നിലവിളിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, യേശുവേ നീ എന്നോട് സംസാരിക്കുക, യേശുവേ നിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കുക യേശുവേ എന്ന് പറഞ്ഞ് ഞാൻ ഹൃദയം കീറി കരയുവാനായിട്ട് തുടങ്ങി. എന്നാൽ ദൈവം വ്യക്തിപരമായി സംസാരിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ഒന്നും ഞാൻ ഗ്രഹിക്കുന്നില്ല. ഇവൻ എബ്രഹാമോ ശമൂവേലോ പൗലോസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ നിലത്തോട് നിലവിളിക്കുകയാണ്. അങ്ങനെ ഗ്യാസ് റോമട്രിയിൽ വെച്ച് യേശുവിന്റെ ശബ്ദം നേരിട്ട് കേട്ടതാണ് എന്റെ ജീവിതത്തിലെ ഭയങ്കര അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9:30 വരെയാണ് ഗ്യാസ് റോമട്രിയിൽ പഠിക്കുന്ന സമയം. അതിനിടയിൽ എനിക്കൊരു ചെറിയ പ്രയാസം ഉണ്ടായി. അത് പോട്ടെ, അത് നിമിത്തവും എന്റെ ദൈവം എന്റെ ഹൃദയം എന്നെ തകർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തെ ദൈവം തകർക്കുമല്ലോ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിൽ നമുക്ക് തരാൻ വേണ്ടി ദൈവം എന്തോ ചെയ്യും? ദൈവം നമ്മുടെ ഹൃദയത്തെ തകർക്കും. ഒന്നും അല്ലെങ്കിൽ രോഗം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും എന്നിവേ വിഷയങ്ങളുടെ എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗീയ അനുഭവങ്ങൾ നമുക്ക് തരേണ്ടതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ആ ഒരു സംഭവം കൂടെ എന്റെ മനസ്സ് തകർന്ന് ഒരു ദിവസം 9:30 സ്റ്റഡിയൊക്കെ കഴിഞ്ഞ് റൂമിൽ ചെന്ന് അന്നേരം ഞാൻ ചിന്തിച്ചു കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാന്ന് ഓർത്ത് എന്റെ ബെഡിന് താഴെ. അപ്പൊ ദിവസങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥനയായി, യേശുവേ എന്നോട് സംസാരിക്കുക, നിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കുക. അപ്പൊ ദൈവത്തിന് എനിക്ക് മറുപടി തരണ്ടേ? അതിനനുസൃതമായ കരച്ചിലും വെളിപ്പെടുന്നത് കൊണ്ട് ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രാർത്ഥന കേട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ എന്റെ ദൈവം എന്നോട് കരുണ കാണിച്ചു. സിസ്റ്ററെ, ഞാൻ 9 സ്റ്റഡി കഴിഞ്ഞ് ഞാൻ റൂമിൽ ചെന്ന് അന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്നൊക്കെ ഒത്തിരി സമയം ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് തന്നെ പ്രാർത്ഥിച്ചെടുത്ത് ഇരുന്ന് തന്നെ അങ്ങ് ഉറങ്ങിയൊക്കെ ഇങ്ങനെ കണ്ണു തുറന്ന് ശരീരമൊക്കെ ഇങ്ങനെ വല്ലാതെയായി. വീണ്ടും ഉറങ്ങാൻ വേണ്ടിട്ട് ബെഡിൽ കയറി കിടക്കുകയാണ്. നീണ്ടു നിവർന്ന് ഞാൻ ഉറങ്ങുവാനായിട്ട് കിടക്കുന്നു. ആദ്യം എനിക്ക് അനുഭവപ്പെടുന്നത് എന്റെ ബെഡിന് ചുറ്റും ഒരു തണുത്ത കാറ്റടിക്കുവാനായിട്ട് തുടങ്ങി, ഇങ്ങനെ റൗണ്ടില്. അപ്പൊ ഇങ്ങനെ കാറ്റടിച്ച് തണുത്തപ്പോ അയ്യോ എന്റെ ശരീരം തണുക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഭയപ്പെട്ടപ്പോൾ എന്റെ ശരീരത്തിന് പുറമെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു. കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, വായുടെ പ്രവർത്തനം നിലച്ചു, കൈ അനക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ പുറമെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു. അപ്പോൾ ഞാനങ്ങ് ഭയപ്പെടുകയാണ്. ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഭയപ്പെട്ട സംഭവം അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷമാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം നിലച്ചാൽ നമ്മൾ ഭയപ്പെടൂലേ? അതെ, ഞാനങ്ങ് ഭയപ്പെട്ട് കിടക്കുമ്പോൾ അപ്പൊ എന്റെ പിതാവ് എനിക്ക് പ്രതികൂലമായി. അപ്പൊ ഒരു ദിവസം എന്നോട് അപ്പച്ചൻ പറഞ്ഞു, നീ എന്റെ മോളുമല്ല, ഞാൻ നിന്റെ അപ്പനും. ഏതാ നമ്മൾ ഈ പെന്തക്കോസ്റ്റിലേക്ക് വന്നതുകൊണ്ട് പറഞ്ഞതാ, അല്ല അപ്പച്ചന് ഭയങ്കര സ്നേഹമാണ്. സ്നാനപ്പെട്ടു. ബൈബിൾ സെമിനാറിൽ വെച്ച് തോമസ് സാറിന്റെ കീഴിൽ സ്നാനപ്പെട്ടു. അങ്ങനെ ഞാനിങ്ങനെ ശരീരം ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു. ഞാനിങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ചിന്ത, ദൈവമേ ഞാൻ തളർവാദ രോഗിയായി, ഇനി എന്റെ അപ്പച്ചൻ എന്നെ പറ്റി എന്തു പറയും? ഇതാണ് എന്റെ ചിന്ത കേട്ടോ. ഈ ചിന്തയെന്ന് കഴിയും ഞാൻ കിടക്കുന്നതിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് മുകളിൽ നിന്നായിട്ട് ഞാൻ കേൾക്കുന്നു, മകളെ ഞാനാകുന്നവൻ ഞാനാകുന്നു. ഈ ശബ്ദം ആണ് കേൾക്കുന്നത്. അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോ വീണ്ടും ഭയപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശബ്ദം കേട്ടതിലൂടെ ഒരു ദൈവം ഉണ്ടെന്ന്, അയ്യോ ദൈവമുണ്ട്, ദൈവം ജീവിക്കുന്നു. ആ ഭീതി എന്റെ ശരീരത്തിലേക്ക് അങ്ങ് വ്യാപരിച്ചു. ഇങ്ങനെ കിടക്കുമ്പോൾ എന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഞാൻ 2 പ്രാവശ്യം കേൾക്കുന്നു, ദൈവം സംസാരിക്കാൻ പോകുന്നു, ദൈവം സംസാരിക്കാൻ പോകുന്നു. 2 പ്രാവശ്യം ഈ ശബ്ദം പതുക്കെയാണ് കേൾക്കുന്നത്. ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നു, ദൈവമേ ദൈവം സംസാരിക്കാൻ പോകുന്നു, ദൈവം സംസാരിച്ചാൽ അത് എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഈ കിടക്കുന്ന ബെഡിന്റെ ഈ ഭിത്തികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന കോർണർ ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് 3 ഇടിയുടെ ശബ്ദമാണ് പിന്നെ ഞാൻ കേൾക്കുന്നത്. ഹല്ലേലൂയ. ജനിച്ചതിന് ശേഷം ഒത്തിരി ഇടിയുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ഇടിയുടെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. 1ാമത്തെ ഇടി അങ്ങ് വെട്ടി തീരുമ്പോൾ ഞാൻ മരിച്ചതുപോലെയാകുന്നു. 2ാമത് വെട്ടുമ്പോഴും മരിച്ചതുപോലെ. 3ാമത്തെ ഇടി വെട്ടി തീർന്നു കഴിഞ്ഞപ്പോ എന്നോട് ചോദിക്കുന്നു, മകളെ
നിന്റെ ആത്മീയ ആരാധന എവിടെ എന്നൊരു ചോദ്യം. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞു, ശരീരം എല്ലാം നോർമലായി. അപ്പൊ എന്റെ ജീവിതത്തിലെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ശക്തി ഉണ്ടെങ്കിലും അന്യഭാഷയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. റോമട്രിയിലും ബൈബിൾ സ്കൂളിലൊക്കെ ക്ലാസ് കഴിഞ്ഞ അന്ന് കഥാവതം ഗംഭീരനാഥത്തോടുന്നുള്ള പാട്ടൊക്കെ പാടി ഭയങ്കര ആത്മീയ ആരാധന. അപ്പൊ എല്ലാവരും ഇങ്ങനെ ആരാധിക്കുമ്പോൾ എനിക്ക് അന്യഭാഷ ഇല്ലല്ലോ എന്നൊരു വേദന, ഒരു അതിവേദനയായിരുന്നു. ദൈവശബ്ദം കേട്ടു, ഞാൻ കിടന്നു ഉറങ്ങി. മോർണിംഗിൽ 5 മണിക്കാ ബെല്ലടിക്കുന്നത്. ബെല്ലടിച്ചിട്ട് എഴുന്നേറ്റപ്പോൾ എനിക്ക് ശരീരത്തിന് ദൈവശബ്ദം കേട്ട് തന്നെ എന്റെ ശരീരത്തിന്റെ ഒരു വല്ലാത്ത അവസ്ഥ. ഞാൻ എന്റെ ബെഡിൽ തന്നെ ഇങ്ങനെ മരവിച്ചിരിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. എന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ജെസ്സി എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററാണ്. അവൾ ഡൽഹിയിൽ വെച്ച് ടൈഫോയിഡ് വന്ന് മരിച്ച അവസ്ഥയിൽ അത്ഭുത വിടുതൽ പ്രാപിച്ച് അവള് ജോലി റിസൈൻ ചെയ്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ജെസ്സി എന്റെ ഇപ്പുറത്ത് കിടക്കുന്നത്. ജെസ്സി ഓടി വന്നെന്റെ കൈക്ക് പിടിച്ചിട്ട് ചോദിച്ചു, ലൂസ്മാമയുടെ രാത്രി ഇടപെട്ടു അല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പതുക്കെ ചോദിച്ചു, ജെസ്സി ആ ഇടിവെട്ടിയ ശബ്ദം മോള് കേട്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ചിന്ത ഇടിവെട്ടിയ ശബ്ദം കേട്ടിട്ടാ. അങ്ങനെ ജെസ്സി പറഞ്ഞു, ഇടിവെട്ടിയ ശബ്ദം ഞാൻ കേട്ടില്ല, ലൂസ്മാമയുടെ ദൈവം ഇടപെടുന്ന ഒരു വെളിപ്പാട് കിട്ടി എന്ന് പറഞ്ഞു. അതെ, ഇതൊന്നും ഗ്രഹിക്കാതെ പ്രാപ്തി പോരാ, ഇന്ന് പക്ഷെ നമുക്കതൊക്കെ ഗ്രഹിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ആ ജെസ്സിയും പ്രയറിന് പോയി. പ്രയർ ഹോളിൽ പ്രയർ തുടങ്ങി. ഞാൻ മുഴങ്കാലിൽ എന്റെ ബെഡിൽ നിന്ന് ദൈവഭയത്താൽ ഹല്ലേലൂയ, ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് മുഴങ്കാലം മടക്കിയ പ്രഭാതം. അങ്ങനെ ഞാൻ മുഴങ്കാലം മടക്കി അശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ ശരീരത്തിലോട്ട് ഇറങ്ങി. ഒരു കരിയില കനം. ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവെന്റെ മേൽ വെളിപ്പെട്ട് ഞാൻ ആരാധിക്കുവാനായിട്ട് ആരാധിച്ച് അന്യഭാഷ, ഞാൻ ഒറ്റയ്ക്കാണ് അന്യഭാഷ പറയുന്നത്. അന്യഭാഷ പറഞ്ഞ് ഞാൻ അങ്ങ് ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അന്ന് നമുക്കറിയത്തില്ല. ഇന്ന് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അത്യന്ത ശക്തി, ആ ക്രിസ്തു വ്യാപരിച്ച ആ ശക്തി അന്ന് പ്രഭാതത്തിൽ എന്റെ ജഡത്തിലേക്ക് ഇറങ്ങി. അന്യഭാഷ പറഞ്ഞ് ഞാൻ ദൈവത്തെ ആരാധിച്ചു. അന്ന് മോർണിംഗിൽ ചില കൃപാവര ശുശ്രൂഷകൾ ദൈവം എന്റെ മേൽ തന്നു. പിന്നത്തേതിലാണ് അതൊക്കെ പ്രാക്ടിക്കലായിട്ട് നമുക്കത് മനസ്സിലായത്. പ്രവചനം, രോഗസൗഖ്യം, ഭൂതങ്ങളുടെ മേൽ അധികാരം. ഇതിന് തെളിവുകളായിട്ട് 84 തൊട്ട് 90 വരെ ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാറിൽ പഠിച്ച എന്റെ ഫ്രണ്ട്സിനും എന്നെ പഠിപ്പിച്ചവർക്കും ഒക്കെ അറിയാം അന്ന് ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രവചനാത്മാവിനാൽ നിറച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങൾ ടെറസിന്റെ മുകളില് ഈ അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം വട്ടത്തിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്നോട് പറയും, അമ്മാമേ എനിക്ക് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയും. അപ്പൊ ഞാൻ ഈ കയ്യിലോ മുട്ടയിലോ എവിടെയെങ്കിലും കൈ വെക്കും, പ്രാർത്ഥിക്കും, ഉടൻ അഭിഷേകമാണ്. സ്തോത്രം ചെയ്യും. അതുപോലെ കൃപാവര ശുശ്രൂഷ വെളിപ്പെടേണ്ടവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉടൻ തന്നെ പ്രവചനം പറയുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ടിട്ട് അവർ പ്രവചിക്കുവാനായിട്ട് തുടങ്ങും. പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ സമയം വരെ എനിക്ക് മുമ്പ് ഒരാൾ പ്രവചിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. റോമട്രിയിൽ ആരാധിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ആരും പ്രവചിക്കുന്ന കണ്ടിട്ടില്ല. ചാപ്പൽ സർവീസിൽ ഇതുപോലെ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്നാണ് ചാപ്പൽ സർവീസിന് 30 മിനിറ്റ് വചന ശുശ്രൂഷ. അവരാരും പ്രവചിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പ്രവചനം ഈസിയാണ്. പരിശുദ്ധാത്മാ ശക്തി പ്രാപിച്ചിട്ടല്ലേ അല്ലല്ലേ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒന്ന് ദൈവം എന്നെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ആലോചന പറയും. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാല് ഇങ്ങനെ കയ്യേലോ തോളയിലോ എവിടെയെങ്കിലും ഒന്ന് കൈ വെക്കും. പ്രാർത്ഥന തീരുമ്പോഴേ ആമേൻ പറയുമ്പോ രോഗം സൗഖ്യമായി. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എന്നാൽ എന്റെ സിസ്റ്ററെ എന്നോട് ക്ഷമിക്കണം, ആ കാലയളവിൽ നിന്നൊക്കെ ഞാൻ ഒത്തിരി കുറഞ്ഞു പോയി. എങ്കിലും എന്റെ ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ദൈവത്തിന് മഹത്വം. പ്രവചനം എന്റെ ജീവിതത്തിലെ ശമൂവേലിലെ കൃപാവര ശുശ്രൂഷ പ്രാപിച്ചത് സ്തോത്രം ചെയ്ത് പിന്നീട് ചില അനുഭവങ്ങളിലൂടെ ശമൂവേൽ ഉറപ്പിക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് ശമൂവേൽ, സെക്കൻഡ് ശമൂവേലിലൊക്കെ എന്നത് പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിലെ അനുഭവം സ്തോത്രം. എന്റെ കൂടെ അന്ന് പഠിച്ചിരുന്ന ശലോമി, അവൾക്കാണെങ്കിൽ അലർജി, അവരുടെ ശരീരം ചുമന്നങ്ങ് തടിച്ചു പോകും. അങ്ങനെ സായിപ്പിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഈ കുട്ടിയെ വീട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു.
അങ്ങനെ ഇരിക്കുമ്പോ ശലോമി എന്നോട് സങ്കടത്തോടെ വന്ന് പറഞ്ഞു, ലൂസി ഒന്ന് പ്രാർത്ഥിക്കടി, എനിക്ക് വീട്ടിൽ പോകണ്ടടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു റൂമിൽ ചെന്ന് ഒരു മൂല ചെന്ന് ഒരു ഫ്രീ ഒരു റൂമുണ്ട്, മഴയൊക്കെ പെയ്ത് ഞങ്ങൾ തുണി ഇടുന്ന ഒരു മുറിയാണ്. ഞങ്ങൾ അവിടെ കോർണറിൽ ചെന്നിരുന്ന് ശലോമി ഞാനിവിടെ, ശലോമി ഇന്ന് ഗുജറാത്തിലുണ്ട് കേട്ടോ, സഹോദരം ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുഴങ്കാലം മടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ശലോമിയോട് ചോദിച്ചു, എടി ശലോമി നീ ഫെയറാൻ ലവ്ലി ഉപയോഗിക്കുവോ? ചോദിക്കുക. അപ്പൊ ഇവളാണെങ്കിൽ നല്ല സുന്ദരിയാ. അതോടൊപ്പം തന്നെ ഇവള് ഭയങ്കര ദാരിദ്ര്യമുള്ള വീട്ടില് എന്തോ ഫെയർ ലെവലിൽ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല, ദൈവാത്മാവ് അങ്ങനെ. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, ശലോമി നീ പോയി അത് പോയി എടുത്തുകൊണ്ട് എന്നിട്ട് വേസ്റ്റ് കുഴി കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാവോ എന്ന് ചോദിച്ചു. അവള് അത് അതുപോലെ തന്നെ ചെയ്തു. അത് താഴെ വേസ്റ്റ് കുഴി കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു, അലർജി പോയി. അതിനുശേഷം അവളോട് പ്രവചനാത്മാവിൽ ആലോചന പറയുകയാണ്. എവിടെ ഒരു ദരിദ്ര കുടുംബത്തിലെ ശലോമിയോട് പറയുകയാണ്, ശലോമി വിവിധ ഭാഷക്കാരുടെ രാജ്യങ്ങളിൽ നിന്നെ അയക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേഡ്സ് തെറ്റുന്നോണ്ടെന്ന് അറിയത്തില്ല കേട്ടോ, അത് അവള് തന്നെ പറയാ, നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, അയക്കും എന്ന് പറയാ. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ സ്റ്റേറ്റ് എന്തോ രാജ്യം എന്തോ എന്നൊക്കെ പറഞ്ഞു, എനിക്കും അറിയാൻ പാടില്ല. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പിന് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ആത്മാവ് തരുന്നത് അങ്ങ് പറയുകയാണ്. അതെല്ലാം ഇന്ന് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു. അതെ, ഇന്ന് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പൊ കഴിഞ്ഞ കിടക്ക് എന്നെ കണ്ടപ്പോ ചോദിച്ചു, അപ്പൊ പണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതൊക്കെ മറന്നുപോലോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങള് ഈ കൃപാവര ശുശ്രൂഷ ഇതിലൂടെ ദൈവം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗുജറാത്തില് ജാനറ്റിന്റെ സിസ്റ്റർ അറിഞ്ഞു നിർത്തില്ല കഴിഞ്ഞ ഇടയ്ക്ക്. അതെ, ഓക്കെ 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 ഓക്കെ. അപ്പൊ ജാനറ്റ് ഈ പറഞ്ഞ പോലെ ജാനറ്റിന് ഒരു അസുഖം, ജാനറ്റില് എന്തോ ഒരു പോരാട്ടം പോലെ ജാനറ്റിന് വന്നാൽ ജാനറ്റിന് ഈ വലതേ കാലിന്റെ അസ്ഥി അങ്ങ് പൊങ്ങും. നമ്മുടെ കൈ വെച്ചാൽ നമ്മുടെ കൈ തെറിപ്പിക്കും. ഒരു ഭയങ്കര പോരാട്ടം. ഏസ്ട്രോമെട്രില് മറ്റു സഹോദരിമാരൊക്കെ വന്നിങ്ങനെ രണ്ട് കൈയും വെച്ചിങ്ങനെ ഒതുക്കി വെച്ചോണ്ടിരുന്നാലും നമ്മുടെ കൈ തെറിപ്പിക്കും. മരുന്ന് കഴിച്ചിട്ട് ഒന്നും ഇതാകുന്നില്ല. അപ്പൊ ഞാൻ അന്നേരം അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ മേരി, അമ്മണി, ഞങ്ങള് 3 പേരും അപ്പൊ അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം നമുക്ക് ജാനറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് 3 പേർക്കും കൂടെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ജാനറ്റ് ഞങ്ങളുടെ മുറിയിലേക്ക് വന്നു. രാത്രി ഞങ്ങൾ 4 പേരും ആരാധിക്കാൻ തുടങ്ങി. ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പൊട്ടിത്തെറിച്ച് പോകാൻ തോന്നും, അത്ര ആരാധനയാണ്. എനിക്കാണെങ്കിൽ ഞാൻ ആരാധിക്കുന്നതിന്റെ ഉദ്ദേശം ഇത് എന്തോ കാര്യമെന്ന് എനിക്ക് വെളിപ്പെടണം. അതിനു വേണ്ടി തന്നെ ഞാൻ ദൈവത്തോട് ഓരാതി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനെ ഞാൻ ഇവരോട് പറഞ്ഞു, എടി 12 മണിക്ക് ശേഷമായി ഒരു മന്ത്രവാദ ശക്തി വരുന്നത്, ഒരു ശക്തി ഇവക്ക് നേരെ അയച്ചിട്ട് ഇവളോട് പോരാടുന്ന ഒരു വിഷയമായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 12 മണി കഴിയുമ്പോൾ നമുക്ക് 4 പേർക്ക് ഒരുമിച്ച് ആ ശക്തിയെ ശാസിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 12 മണി കഴിയുമ്പോൾ ഞങ്ങൾ 4 പേരും ആ ശക്തിയെ അങ്ങ് ശാസിച്ചു. ഞാൻ സൗഖ്യമായി. ആത്മാവിന്റെ ആഴമേറിയ പ്രവർത്തനങ്ങളൊക്കെ ഈ കാലങ്ങളിൽ എനിക്ക് പുറത്തോളന്നല്ലേ സിസ്റ്ററെ. അതെ, സ്തോത്രം ചെയ്യുന്ന. ഞാൻ പറഞ്ഞിട്ട് ഈ പെന്തക്കോസ്ത് നാളിൽ ഈ ശിഷ്യന്മാരൊക്കെ പരിശുദ്ധാത്മാ അവരിലുള്ള അഭിഷേകമല്ലായിരുന്നു അവരുടെ ധനം. അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും തുണ നിന്ന് പിടിപ്പിച്ചത് ഈ പരിശുദ്ധാത്മാവാണ്. നമ്മളും ആ ഒരു കൃപയിലേക്കൊക്കെ എല്ലാവരും ഒന്ന് കേരളം ഇന്ത്യ മൊത്തം മടങ്ങി ചെന്നിരുന്നെങ്കിൽ, പക്ഷെ എത്രത്തോളം നമുക്കറിയത്തില്ല. എങ്കിലും നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നു, നമ്മുടെ പൊന്നുനാഥനെ ഭയപ്പെട്ട് ജീവിക്കുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ജാനറ്റിനോട് പറഞ്ഞു, ജാനറ്റെ ദൈവം നിന്നെ അയക്കാൻ പോവുകയാണ്, ജാതികള്, ഭാഷകള്, രാജ്യങ്ങളിലേക്ക് നിന്നെ അയക്കും. ജാനറ്റിന് ഇതൊന്നും ഒന്ന് അക്സെപ്റ്റ്, ജാനറ്റിന് തമാശന് പോലും ഞാൻ ഏറ്റെടുക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. അതെ അതെ, ഒരു അപ്പൊ ഞാൻ ശക്തിയോടെ ആത്മാവ് ഒന്നങ്ങ് വിളിച്ചു പറയും. അത് അതുപോലെ സംഭവിച്ചു.
ജാൻറ്റിനെ ഗുജറാത്തിലേക്ക് മറ്റു സ്റ്റേറ്റുകളിൽ അയച്ചു. വലിയ സ്ഥാപനത്തിന്റെ പ്രവർത്തകയായിരുന്നു. അമേരിക്കയിൽ പോയി. എനിവേ അല്ലെ, അന്ന് നമ്മുടെ ഒന്നുമില്ലായ്മയിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട പ്രവചനങ്ങളൊക്കെ, അത് ഇങ്ങനെ പ്രവചനം സംഭവിച്ചത് പറയാൻ തുടങ്ങിയാൽ മിക്കവാറും ഇന്ന് നമ്മൾ എഴുന്നേൽക്കത്തില്ല. അങ്ങനെ എന്റെ ദൈവം എന്നെ നടത്തി. എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. എന്റെ സന്തോഷം എന്ന് പറയണത് ആരും എന്നെ കാണാൻ വരൂല, അപ്പച്ചൻ വരൂല, മൂത്ത സഹോദരൻ വരൂല, എന്റെ കയ്യിൽ പൈസ ഇല്ല. പക്ഷെ എന്റെ ധനം എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, പ്രാർത്ഥന. നേരം വെളുക്കുന്നവരെയൊക്കെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാന് എന്റെ ജീവിതത്തിൽ കുറെ കഴിഞ്ഞപ്പോ എന്റെ ജീവിതത്തിലാണെങ്കിൽ എന്റെ ടൈം എന്ന് പറയുന്ന പ്രഭാതത്തിൽ 3 മണിയാണ്. അപ്പൊ 3 മണിക്ക് ദൈവത്തോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ 3 മണിക്ക് എഴുന്നേൽപ്പിക്കണോട്ടോ യേശുവേ, എന്നെ 3 മണിക്ക് എഴുന്നേൽപ്പിക്കും. പെട്ടി താഴെ മുഴങ്കാലും അടക്കം പ്രാർത്ഥിച്ച് 5 മണിക്ക് വെല്ലടിക്കുമ്പോ എനിക്ക് എന്തോ ഒരു 15 മിനിറ്റ് പോലെയൊക്കെയാ ഫീല്. പിന്നെ പോണത് പ്രയർ ഹോളിലോട്ടാ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അങ്ങനെ ബൈബിൾ സ്കൂളിൽ പിന്നെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തു. ഗ്രാജുവേഷനൊക്കെ ആയി. ഗ്രാജുവേഷൻ വരുന്നു. എന്റെ ഫ്രണ്ട്സൊക്കെ ഓരോ ഗ്രൂപ്പുകളിലൊക്കെ ചേരുക. എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല. അതുമല്ല എന്റെ വീട്ടിൽ എന്റെ അപ്പച്ചന്റെ സഹോദരന്റെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് എങ്ങോട്ട് പോകാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഈ ചർച്ചിന്റെ മുകളിൽ ഒരു കോർണറിൽ പോയിരുന്നു ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എബ്രഹാം ഫിൽ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലൂസി സ്ഥാപനത്തിൽ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെ, മിറക്കിളാണ് അല്ലേ. എനിക്ക് ഒരു യോഗ്യതയില്ല എന്റെ സിസ്റ്ററെ സ്തോത്രം ചെയ്യുന്ന ഒരു യോഗ്യതയില്ല എന്നെ അവിടെ. അപ്പൊ പ്രിൻസിപ്പൽ പറഞ്ഞു, ലൂസി പിന്നെ പഠിപ്പിക്കാനായിട്ട് എടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പഠിപ്പിക്കാനൊന്നും അറിയത്തില്ല. ഏതായി 3 വർഷം PTH പഠിച്ചെങ്കിലും വേണ്ട വിധത്തിൽ ഒന്നും എനിക്ക് പഠിപ്പിക്കത്തക്ക ഉള്ളതും എനിക്ക് അറിയത്തില്ല. അപ്പൊ സാറിനോട് പറഞ്ഞു, ലൂസി ക്ലാസ്സിൽ ചെന്നിരുന്ന് ബൈബിള് വായിപ്പിച്ചാ മതിയെന്ന്. അതൊക്കെ പിന്നെ ഒരു ചരിത്രമാണ്, പോട്ടെ. എങ്കിലും പഠിപ്പിക്കാനൊക്കെ ദൈവമായ കർത്താവ് കൃപ ചെയ്തു. ഗ്രാജുവേഷൻ സമയമായപ്പോ അന്നൊക്കെ എന്റെ മൂത്ത ലെറ്ററിലൂടെയാണല്ലോ നമുക്ക് വീട്ടിൽ നിന്ന് കാര്യങ്ങൾ ലെറ്റർ അയക്കുമല്ലേ. അപ്പൊ ലെറ്റർ വന്നു, എനിക്ക് സാരിയും ബ്ലൗസും ഒക്കെ പിന്നെ എന്റെ സഹോദരൻ വരുമ്പോ കൊണ്ടുവരും എന്നെ എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം. മൂത്ത ചേച്ചി തയ്യക്കാരിയാ, മൂത്ത ചേച്ചിയാ ബ്ലൗസ് തയ്ക്കുന്നത്. അപ്പൊ കൊണ്ടുവരുന്നത്. അപ്പൊ ഗ്രാജുവേഷന്റെ ഈ റാലി ഇറങ്ങുമ്പോൾ പാട്ട് തുടങ്ങാൻ എന്നോടാ പറഞ്ഞേക്കുന്നത്, ഹാവ് ദൈൻ ഓൺ വേ എന്നുള്ള പാട്ട്. അപ്പൊ സമയം അടുത്തു വരുന്നു. എന്റെ മൂത്ത സഹോദരൻ വരുന്നില്ല. എനിക്ക് സങ്കടമായി. എല്ലാവരും പുതിയ സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങുന്നു. എനിക്കൊന്നുമില്ല, ബ്ലൗസും ഉണ്ട്, സാരിയില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ കോട്ടേഴ്സിലെത്തി. സാറിന്റെ വീട്ടിൽ ഓടിപ്പോയി, സാറേ അമ്മമ്മ എനിക്കൊരു സാരി താട്ടാ പറഞ്ഞു. അവിടെ നിന്ന് ഒരു സാരി മേടിച്ചു വന്നു. പെട്ടെന്ന് ഉടുത്തു കഴിഞ്ഞ് ഹാവ് ദൈൻ ഓൺ വേ തുടങ്ങി. കരച്ചിലും തുടങ്ങി. എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ആരും കരയുന്നില്ല, പക്ഷെ എനിക്ക് തലയിൽ ഇതുപോലെ വെള്ളമുണ്ടോ. അങ്ങനെ കരഞ്ഞ് VTHന്റെ എനിക്ക് കിട്ടിയ സീറ്റിൽ ചെന്നിരുന്നു. അവിടെ ഇരുന്ന് കരയാം. അപ്പോഴത്തെ എന്റെ മൂത്ത സഹോദരൻ വന്നു. മൂത്ത സഹോദരൻ മദ്യപിച്ചിട്ടൊക്കെ ഇല്ലെന്ന് തോന്നുന്നു. മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. കാരണം ഇങ്ങനെ പഠിക്കാൻ ഇറങ്ങിയപ്പോഴേ എന്റെ മൂത്ത സഹോദരൻ പറഞ്ഞതാ, ലൂസി എന്തിനാ ഇതിങ്ങനെ പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചതൊക്കെയാ. അതുകൊണ്ട് അല്ലാതെ പഠിച്ച ഒരു ജീവിതമൊന്നും ആയിരുന്നു എന്റെ മൂത്ത സഹോദരന്റെ ആഗ്രഹം. അതുകൊണ്ട് മൂത്ത സഹോദരന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമൊന്നുമില്ല. താടിയൊക്കെ വളർത്തിയും കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കുമ്പോ അവിടെ വന്നിരിക്കുന്നു. എനിക്ക് സങ്കടം. എന്നാലും എന്റെ സഹോദരൻ എനിക്ക് സാരിയും ബ്ലൗസും കൊണ്ടുവന്നില്ല. നമ്മൾ കുഞ്ഞു പ്രായമല്ലേ, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങൾ മതിയല്ലോ നമുക്ക് കരയാനായിട്ട്. അങ്ങനെ കരഞ്ഞിരിക്കുമ്പോൾ മീറ്റിംഗ് നടക്കുമ്പോൾ ഗ്രാജുവേഷനൊക്കെ പ്രോഗ്രാമിലുള്ള ലിസ്റ്റിലുള്ള കാര്യങ്ങളല്ലേ പറയത്തുള്ളൂ, അല്ലാതെ പെട്ടെന്നൊരു പ്രോഗ്രാം ഉണ്ടാക്കത്തില്ലല്ലോ. എന്നാൽ ദൈവം ചെയ്ത ഒരു പരിപാടി ഇടയ്ക്ക് ഡോക്ടർ എബ്രഹാം സാർ എഴുന്നേറ്റ് പറഞ്ഞു, ഇങ്ങനെ പറയുകയാണ്, കഴിഞ്ഞ 3 വർഷം അനേക കുട്ടികൾ ഇവിടെ പഠിച്ചെങ്കിലും അവരിൽ നിന്നൊക്കെയും തികച്ചും വ്യത്യസ്തമായി ജീവിച്ച ഒരു കുട്ടി സിസ്റ്റർ PR ലൂസി ഇപ്പൊ മുമ്പോട്ട് വന്ന് സാക്ഷ്യം പറയുന്നു. അങ്ങനെ ഞാൻ സ്റ്റേജിൽ ചെന്നു. എനിക്ക് ദൈവം തന്ന വാക്കുകളൊക്കെ പറഞ്ഞു. ആ ഒരു സംഭവമാണ് എന്റെ മൂത്ത സഹോദരനെ രക്ഷയിലേക്ക് നടത്തിയത്. എന്റെ മൂത്ത സഹോദരൻ ആ ഹോളിലിരുന്ന് യേശുവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു, സ്നാനപ്പെടാൻ തീരുമാനിച്ചൊക്കെയാണ് ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോയത്. പിന്നീട് മൂത്ത സഹോദരൻ IPCയിൽ ആരാധനയ്ക്ക് പോവുകയും സ്നാനപ്പെടുകയൊക്കെ ചെയ്തു. അതെ. പിന്നീട് ഇങ്ങോട്ട് ചർച്ച് മിനിസ്ട്രി ആയിരുന്നു. ഒരു കുറച്ച് വർഷം 84 തൊട്ട് 90 വരെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എന്നെ വിവാഹം കഴിച്ചു. അസംബ്ലീസ് ഓവറിന്റെ പല സ്ഥലങ്ങളിൽ താമസിച്ച് ശുശ്രൂഷയിലായിരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം ഞങ്ങളെ നടത്തിയത്. ദേവദാസനെ പ്രസംഗിക്കാനുള്ള വരം, എഴുതാനുള്ള വരം,
സിസ്റ്ററിന് അറിയാവോ, ജോയ് സിസ്റ്ററിന് അറിയാവോന്ന് എനിക്ക് അറിയത്തില്ല. പാസ്റ്റർ ബാബു ജോർജ് പുസ്തകം എഴുതുന്ന ആളാണ്. ആ പുസ്തകം നിമിത്തം ഒത്തിരി പേര് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനുമായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഗ്രൂപ്പായിട്ട് ജനം, കുമ്പസാരം പാപമോചനം എന്ന് പറഞ്ഞ ആ പുസ്തകം മുഖാന്തരം ഗ്രൂപ്പായിട്ട് ജനം സ്നാനപ്പെടുന്ന അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അതെ ദൈവം നടത്തിയത്. സ്തോത്രം ചെയ്ത് തലമുറകളെ ദൈവം തന്നു. ടോംസിനെ തന്നു. ടോംസിന് ഒരു മോൾ ഹേസല്, ടോംസിന്റെ ഭാര്യ ബിയൂല ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ആ സ്ഥാപനത്തിന്റെ അസോസിയേറ്റഡ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. അവർ ആ സ്ഥാപനത്തിനടുത്തൊരു വീടെടുത്ത് താമസിക്കുന്നു. സാംസൺ ന്യൂസിലൻഡില് അവൻ അവിടെ ചെറിയൊരു ജോലിയുണ്ട്. അവൻ അങ്ങനെയായിരിക്കുന്നു. ക്രിസ്തു ജീവിതത്തിൽ വന്നതിന് ശേഷം ഒത്തിരി പ്രതികൂലങ്ങൾ, സമയമായോ? ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ എന്റെ ദൈവം എന്നെ നടത്തിയിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഓക്കെ. ഞാന് ആദ്യ അനുഭവമായിട്ടാ പറയുന്നത്. നമ്മളിങ്ങനെ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ച സമയത്ത് ആരാധനയ്ക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. ആരാധനയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ സൺഡേ ആകുമ്പോഴത്തേന് അപ്പച്ചന് പിന്നെ എന്തെങ്കിലും ഇന്ന് ഇവിടുന്ന് ആര് പോകുന്നത് കാണൂടി എന്നൊക്കെ പറഞ്ഞ ആ മുൻവശത്തെ മുറ്റത്ത് വന്ന് അവിടെ നിന്നുകൊണ്ട് കുറെ കൃഷിപ്പണിയൊക്കെ ചെയ്ത് ഞങ്ങളെ പേടിപ്പിച്ച്. അപ്പൊ അമ്മച്ചിയാണെങ്കിൽ ഒരുങ്ങിയിട്ട് അമ്മച്ചി ഇവിടെ ഇരുന്നു, ഞങ്ങള് പോവാന്നും പറഞ്ഞു ഞങ്ങള് പുറകിലത്തെ പറമ്പിലൂടെ ചാടി, ഞാനും എന്റെ ചേച്ചിയും ചാടി പറമ്പ് പൊളിച്ചെന്ന് ആരാധന എന്ന് പറഞ്ഞാൽ എന്തൊരു കൊത്തിയ. എത്ര ആരാധിച്ചാലും പോരാ, എത്ര പാടിയാലും പോരാ. ഒരു ആത്മീയ ദാരിദ്ര്യം അല്ലേ? അന്ന് ചെന്ന് ഞങ്ങൾ ചെല്ലുമ്പോ തന്നെ വിശ്വാസികളും പേടിച്ചു കുറച്ചു. ഈ അപ്പച്ചന്റെ സ്വഭാവം കാരണം ഞങ്ങൾ ചെല്ലുമ്പോഴേ വിശ്വാസികളും ഇങ്ങനെ അങ്ങ് അമ്പരന്നിരിക്കും. ചെന്നങ്ങ് മുഴങ്കാലമടക്കി പൂർണ്ണ ശബ്ദത്തിൽ ദൈവത്തെ ആരാധിക്കും. ഞങ്ങൾ ചെല്ലുമ്പോ സഭയിൽ ഉണർവാ. ഞങ്ങളെ കാണുമ്പോ ഉറങ്ങിയിരിക്കുന്നവരും ഉണരും. കാരണം ഞങ്ങളുടെ വീട്ടിൽ എന്റെ അപ്പച്ചന്റെ സ്വഭാവം അറിയാവുന്ന നമ്മുടെ ദേശത്തുള്ള ആൾക്കാരല്ലേ അവിടെ ഇരിക്കുന്നത്. അതിനുശേഷം പാസ്റ്റർ അവസാനം ഇങ്ങനെ പാടും, അനുഗ്രഹത്തോടെ ഇപ്പോൾ അല്ലെ. അത് പാടുന്ന സമയത്ത് തിരിച്ചിനി എങ്ങനെ വീട്ടിൽ ചെല്ലുന്നാവും. ഇനി പറമ്പിൽ കൂടെ ഒളിച്ച് ചാടി. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോവും, ദൈവമേ അവിടെ ചെല്ലുമ്പോ അപ്പച്ചനെ എങ്ങോടെങ്കിലും കൊണ്ടുപോയേക്കണേ. കൃഷിക്കാരനല്ലേ, അപ്പൊ വേറെ ഏതെങ്കിലും ദൂരെയൊക്കെ സ്ഥലങ്ങളുണ്ട്. കർത്താവേ ഞങ്ങൾ ചെല്ലുമ്പോ അപ്പച്ചനെ അങ്ങോട്ട് കൊണ്ടുപോയേക്കണ. അങ്ങനെ ഞങ്ങൾ പേടിച്ചെന്ന് പറിക്കാത്ത തോറും. അപ്പൊ ദൈവം അങ്ങനെയൊക്കെ പ്രവർത്തിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ചാരായം കുടിച്ചിട്ട് വന്നേച്ച് തെറി വിളിക്കും. അതൊക്കെ പോട്ടെ. അങ്ങനെ ഭയങ്കര പ്രതികൂലം. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു പുതിയ കിണർ താത്തുക കേട്ടോ. അന്ന് 2 ചേട്ടന്മാരും അപ്പച്ചനും കൂടെ പുതിയ കിണർ താത്തുക. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പൊ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞാനിന്ന് പ്രാർത്ഥനയ്ക്ക് പോവാം. അമ്മച്ചിക്ക് എന്ന് പ്രാർത്ഥനയ്ക്ക് പോവാൻ. അപ്പൊ ഞാൻ അമ്മച്ചി ചോദിച്ചു, അമ്മച്ചി പോലെ നമുക്ക് സമയമായില്ലോട്ടോ, അമ്മച്ചി നിക്കി പോലെ. അമ്മച്ചി അതൊന്നും കേട്ടില്ല. അമ്മച്ചി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയി. ചർച്ച ബോർഡെന്ന് പറയും. രാജൻ എബ്രഹാം എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ് അവിടെ. അന്ന് അപ്പച്ചൻ കയറി അമ്മ എന്ത് ചെയ്യീന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ഞാനിങ്ങനെ നുണ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു. എന്ത് ചെയ്യണം അപ്പച്ച, അമ്മച്ചി എന്ത് ചെയ്യും? അതുപോലെ എനിക്കറിയായിരുന്നു. ഹോളി അപ്പച്ചനൊരു വടിയും വാക്കത്തി അടിച്ചെന്ന് ഹോളിന്ന് വിളിച്ചിറക്കി. ഞാൻ നോക്കി നിൽക്കുമ്പോ അമ്മച്ചി മുന്നിലും അപ്പച്ചൻ മുറ്റത്തോട്ട് കയറിയപ്പോ അവിടെ ഒരു മരം വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ആ മരത്തെ വെച്ച് കാവണി വെട്ടി നുറുകി പുറകെ കൂടെ കയറിയപ്പോഴത്തേനും ഈ തെങ്ങും മടക്കല വെച്ച അമ്മച്ചിയുടെ പുറത്തിനെ അടിച്ച് അങ്ങനെ ഒത്തിരി ചുണ്ടൊക്കെ മുറിഞ്ഞ് പരിക്കുകളാണ് ഞാൻ കാണുന്നത്. അതെ, ദൈവത്തിന് അല്ലല്ലേ. പക്ഷെ എന്റെ അമ്മ ഭയങ്കര എന്ത് പ്രതികൂലം വന്നാലും എന്റെ അമ്മ നല്ല ധൈര്യമുള്ള സ്ത്രീയായിരുന്നു. ദൈവത്തിന് മഹത്വം, അതാണ് പ്രത്യേകത. അങ്ങനെ എന്റെ മാതാവിശ്വാസത്തിന് വേണ്ടി ധൈര്യമായിട്ട് നിലനിന്ന് മരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിന്നീട് ഒരു സന്ദർഭത്തിൽ ഇതുപോലെ ദൈവത്തിന് മഹത്വം, ഞങ്ങളുടെ സ്ഥലത്തിന്റെ അങ്ങേറ്റത്തെ ഒരു സ്കൂൾ ജംഗ്ഷനിൽ ഒരു കൺവെൻഷൻ നടക്കുക കേട്ടോ. അപ്പൊ ആ കൺവെൻഷൻ സമയത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. നമ്മുടെ പറമ്പിന്റെ അങ്ങേയറ്റത്താണ് നടക്കുന്നത്, പക്ഷെ പോകാൻ പെർമിഷൻ. അങ്ങനെ രാത്രി ആ ഇരാറ്റുവിട്ട അപ്പച്ചൻ എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ് പ്രസംഗിക്കുന്നത്. ഞാൻ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാനൊരു ഒരു മേശയുടെ അവിടെ വന്നിരുന്നു. അവിടെ പ്രസംഗം തുടങ്ങി. എന്നെ അറിഞ്ഞ എന്റെ ജനത്തെ മുൻപോട്ട് കടത്തിവിടാത്ത സഹോദര, കാരണം അത് റെക്കോർഡ് ചെയ്തു, പിന്നെ അത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്. ആരെങ്കിലും എന്റെ വാതിൽ തുറന്നാൽ ഞാൻ അവരോടുകൂടെ വെളിപ്പാട് ദിവസത്തിലെ വാക്യം പറഞ്ഞ പാസ്റ്റർ പ്രസംഗിക്കുകയാണ്. അപ്പൊ അമ്മച്ചിയാണെങ്കിൽ എന്റെ ചേച്ചിയുടെ മോക്ക് ഇങ്ങനെ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പച്ചനാണെങ്കിൽ അപ്പച്ചന്റെ മുറിയിലോട്ട് പോയി. അവിടെ യാതൊരു പ്രശ്നത്തിനും കാരണമില്ല. പക്ഷെ ഈ മെസ്സേജ് ഈ അപ്പച്ചൻ ഗ്രഹിച്ചത് കൊണ്ടാണ് എന്നാണ് കോപിച്ച് എഴുന്നേറ്റിട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മച്ച എടുത്തിട്ട് വന്നിട്ട് പോയി പറഞ്ഞു, എടി നിന്നെ യേശുവെന്ന് വിളിക്കാനാണ് ഓടി പഠിപ്പിച്ചേക്കണേന്ന് ചോദിച്ചു. കാരണം കത്തോലിക്കര് ഈശോയെ എന്നല്ലേ പറയുള്ളൂ.
അമ്മച്ചി എന്തോ മറുപടി ഇങ്ങനെ പറഞ്ഞു. അപ്പച്ചൻ അമ്മച്ചിയുടെ കാലിൽ ചവിട്ടി മുട്ടിയിരട്ടി അങ്ങ് മാറിപ്പോയി. കോപിച്ച് എടി ഈശോയെന്നല്ലടി എന്ന് പറഞ്ഞ് കാലിനൊറ്റ ചവിട്ട് ഈ മുട്ടിയിരട്ട അവിടെ നിന്ന് മാറിപ്പോയി. അമ്മച്ചി പിന്നെ പ്രാർത്ഥിച്ച് ഇങ്ങനെ തട്ടിയിട്ടു. മുട്ടിയിരട്ട ഏതാ സ്ഥാനത്ത് വന്ന് വീണു. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുവാണ്. എന്റെ പുറകിൽ നിന്ന് വന്നിട്ട് അപ്പച്ചൻ എന്റെ മുടിക്ക് പിടിച്ചിട്ട് എഴുന്നേപ്പിച്ച്, കൊച്ചൊക്കെ ഞാൻ ഈ മടത്തിൽ നിന്ന് നിന്നുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞു കൊച്ചന്യാശ്രീ എഴുന്നേക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പച്ചൻ വാക്കത്തി അതിന്റെ അടിയിൽ വാക്കത്തി കിടപ്പുണ്ടായിരുന്നു. അപ്പച്ചൻ ആ വാക്കത്തി എടുത്ത് എന്റെ കഴുത്തിന് ചേർത്ത് വെച്ചു. വെട്ടു എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. എങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. അപ്പൊ ആ കാലങ്ങളിൽ വലിയ അറിവൊന്നുമില്ല. അപ്പൊ അപ്പച്ചൻ എപ്പോഴും പറയും ഞങ്ങളുടെ നേതാവ് പത്രോസ എന്നൊക്കെ ഇങ്ങനെ ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച നേരെ ക്രൂശിക്കാൻ, പത്രോസിനെ നേരെ ക്രൂശിക്കാൻ യോഗ്യതയില്ലാഞ്ഞിട്ട് തല കീഴായിട്ട് അപ്പച്ചനെ ക്രൂശിച്ചെന്ന് പറയലും അപ്പച്ചൻ ആ വാക്കത്തി തറയിലേക്ക് ഇട്ടിട്ട് റൂമിലേക്ക് പോയി. അങ്ങനെ അങ്ങനെ അമ്മച്ചി കുറച്ച് നാളെ ഭാരപ്പെട്ടെങ്കിലും ദൈവമായ കർത്താവ് അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ശുശ്രൂഷയിലായിരുന്ന സന്ദർഭത്തില് ദേവദാസിന് ഭയങ്കര സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായി. പെനിയൽ ബൈബിൾ സെമിനാരി പഠിക്കുമ്പോ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വാഴക്കുള സഭയിലെ ശുശ്രൂഷ സ്തോത്രം ചെയ്യുന്നു. ബസ്സും സ്കൂട്ടറും കൂടെ ഇടിച്ച് സ്കൂട്ടർ ബസ്സിനടിയിലോട്ടും പോയി. അച്ഛൻ ആ എതിർ ദിശയിലേക്ക് തെറിച്ചു പോയത് കൊണ്ട് മരണത്തിൽ നിന്ന് ദൈവമായ കർത്താവ് വിടുവിച്ചു. വാഴക്കുളത്ത് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ബോംബ് സ്ഫോടനം. ഒരു ഓൺലൈൻ സർവീസ് നടക്കുമ്പോൾ വൈത്തര സഹോദരൻ ജോൺസൺ എന്ന് പറഞ്ഞൊരു സഹോദരൻ പിന്നെ 4-8 തോട്ട കുഴച്ച്. അപ്പൊ ആ സഭാഹോൾ എന്ന് പറഞ്ഞ താഴെ പാഴ്സനേജും മുകളിൽ ആരാധനയുമാണ്. ഇങ്ങനെ ഹോളിലേക്ക് വരുമ്പോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സഹോദരന്മാരും റൈറ്റ് സൈഡിൽ നിന്ന് സഹോദരിമാരും കയറുന്ന സ്റ്റെപ്പുകളുണ്ട്. ഈ ജോൺസൺ 8 തോട്ട 4 തോട്ടയില് ചെറിയ ആണി വെച്ച് കുഴച്ച് അതിങ്ങനെ ബോംബാക്കി ഒരെണ്ണം ഇങ്ങനെ ചങ്കത്ത് വെച്ച് കെട്ടിയിട്ട് ഒരെണ്ണം കയ്യിലും പിടിച്ചു. അത് 12 മണിയായപ്പോൾ എല്ലാവരും പുതുവർഷത്തെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഈ സഹോദരൻ ആ സ്റ്റെപ്പിന്റെ അവിടെ വന്ന്, അത് കൂടാതെ ഇരുവായുത്തല മൂർച്ചയുള്ള ഒരു വാളുമായിട്ടാണ് ജോൺസൺ വന്നത്. അങ്ങനെ അവൻ ആ കയ്യിലിരുന്ന ഇതിന് തീ കത്തിച്ചതിന് ശേഷം ഇങ്ങനെ താഴെ വെച്ചിട്ട് ജംഗിലിൽ തന്നെ തീ കൊളുത്തി അങ്ങ് ഹോളിലേക്ക് കയറി വരാനായിരുന്നു പുള്ളിക്കാരന്റെ പദ്ധതി. പക്ഷെ കയ്യിലിരുന്നതിന് തീ കൊളുത്തി താഴെ വെച്ച് ഈ ചങ്കിലിരുന്നതിന് തീ കൊളുത്തി കൊണ്ടിരുന്നപ്പോ താഴെ ഇരുന്നത് പൊട്ടി. ജോൺസന്റെ കാലിന്റെ പകുതി മുറിഞ്ഞ് മുകളിൽ നിന്ന് താഴെ നിലയിലോട്ട് പോയി. ദൈവജനത്തിന്റെ ശരീരത്തിലൂടെ കയറാൻ കുഴച്ചു വെച്ച ആണി ഒരു മുക്കാല് അവന്റെ ശരീരത്തിൽ തന്നെ കയറി. നമ്മുടെ ഓരോരുടെയും ജീവിതത്തിൽ എത്രയോ 100 താഴെ ദൈവത്തിന്റെ ജനമുണ്ട്. ഇനി ഒരു അത്ഭുതം ഞാൻ ജോയ്സസിനോട് പറയാം. ഇവിടെ ബോംബിൽ നിന്ന് പൊട്ടിയ ആണി ഈ ജനത്തിനിടയിലൂടെ മറ്റേ എതിർ സൈഡിൽ നിന്ന് പോലീസുകാർ പെറുക്കിയെടുത്തു. അപ്പൊ ആണി അന്ന് ഏതു വഴിയാ പോയത്? ആണിക്ക് പോലും ദൈവം പാത നിയമിച്ച രാത്രിയാണ്. അത്ഭുതമല്ലേ? അല്ലെ? ജനലിന്റെ ചില്ലൊക്കെ പൊട്ടി, മൈക്കിന്റെ ബോക്സ് ഇതൊക്കെ പറഞ്ഞു പോന്നു. ദൈവാത്ഭുതമായിട്ട് വിടുവിച്ചു. സ്തോത്രം ചെയ്തു. ആ ദേശത്ത് വേല ഭയങ്കരമായിട്ട് വളരുന്ന സമയമായിരുന്നു. ജനം കൂട്ടമായിട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നു. പരസ്യങ്ങൾ അവിടങ്ങളായി ശക്തമായി പരസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ശത്രുവിന് അത് പിടിച്ചില്ല. അവനോട് ഒരു ലെറ്റർ എഴുതി വെച്ചു, ഞാൻ ശിവൻ മൂർത്തിയാണെന്നും എന്റെ രക്തം വീണ ഇവിടെ ആയിരക്കണക്കിന് ശിവന്റെ ആൾക്കാർ എഴുന്നേക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ലെറ്റർ എഴുതി വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് യാക്കൊക്കെയോ പൈസ കൊടുക്കാൻ, ഞങ്ങൾ ഇന്നയാക്കി ഇത്ര രൂപ കൊടുക്കാണ്ടെന്നൊരു ലിസ്റ്റും കൂടെ എഴുതി വെച്ചിട്ട് ദൈവാദിനം പോലെ അവൻ മരിച്ചില്ല. നമ്മുടെ സഭക്കാര് തന്നെ അവനെ ജീപ്പിൽ കയറ്റി, പോലീസുകാർ പോലും കൈവിട്ടു. നിങ്ങളും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സഭയിലെ സെക്രട്ടറിയും പിന്നെ വേറെ സഹോദരങ്ങൾ ചേർന്ന് ജീപ്പിൽ കയറ്റി അവനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ദാഹിക്കുന്നു. അപ്പൊ സഭയിലൊരു ജോസേട്ടനെ ഇവനെ അറിയാം. അപ്പൊ പറഞ്ഞു, ജോസേട്ടാ വെള്ളം ദാഹിക്കുന്നു. ജോസേട്ടൻ കൈക്കുമ്പിളിൽ ഒരു കപ്പ് പോലും ഇല്ല, ഒരു പൈപ്പിന്റെ അവിടെ നിർത്തി കൈക്കുമ്പിളിൽ വെള്ളം പിടിച്ച് ഇവനെ കുടിപ്പിച്ചു. അല്ലേ സ്തോത്രം ചെയ്യുന്ന ദൈവസ്നേഹം? അല്ലെങ്കിൽ നമ്മൾ തല്ലിക്കൊല്ലുമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ യേശുവിന്റെ സ്നേഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തോ ഇല്ല, ഒരു പ്രതികാരവും ഇല്ല, അല്ലേ? നമുക്ക് ഒന്നുമില്ല. നമുക്ക് അന്നേരം ദൈവസ്നേഹം അങ്ങ് വർദ്ധിക്കുകയാണ്. കാരണം ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിന്റെ പ്രവർത്തനവും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനവും വിവേചിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. നമ്മൾ പലപ്പോഴും മനുഷ്യന് പല രീതിയിൽ, അങ്ങനെ മാനസിക രൂപം, ഒരു മനസ്സിന്റെ തല തെറ്റിയ ഒരാൾ പോകുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഈ പുള്ളി ഇത് ഏതാണ്ട് കാണിച്ചുകൊണ്ട് നടക്കുന്നു. അല്ല,
പൈശാചിക ശക്തി അവനെ അങ്ങനെ ആക്കി തീർത്തതാണ് അല്ലേ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അതുപോലെ വിഷയങ്ങൾ മനസ്സിലാക്കി ദൈവസ്നേഹത്തിന്റെ ആ കവിഞ്ഞൊഴുക്ക് അല്ലേ, സ്നേഹം നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നു, ദൈവ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്താണ്? ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ പോകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ പ്രതികാര ചിന്തയൊന്നും ഉണ്ടാകരുത്. ഒത്തിരി സ്നേഹിക്കണം നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും അല്ലേ. കുഞ്ഞുങ്ങളെ പറ്റി എന്തെല്ലാം സ്നേഹങ്ങൾ കാണിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്തൊരു സ്നേഹം അവരോട് അല്ലേ. അപ്പൊ ദൈവം ഈ 2024 ദൈവസ്നേഹത്തിന്റെ വലിയ കവിഞ്ഞൊഴുക്ക് നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വരണം. അതൊരു ഭയങ്കര പ്രതികൂലമാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എനിക്കാണെങ്കിൽ സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ സ്കൂട്ടർ ഓടിക്കായിരുന്നു. സഹോദരിമാരുടെ മീറ്റിംഗ് നടത്താൻ വേണ്ടി ആലുവയിലേക്ക് പോകുമ്പോൾ ആ മാർത്താണ്ഡവർമ്മ പാലത്തിലേക്ക് കയറിയപ്പോൾ റൈറ്റ് ബ്രേക്ക് അങ്ങ് ലൂസ്. ഞാൻ എപ്പോഴും ഈ റൈറ്റ് ബ്രേക്കാ പിടിക്കുന്നത്, അതങ്ങ് ലൂസാണ്. ഞാനൊരു നായർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു സിസ്റ്റർ മോന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുമായിരുന്നു. എന്തോ ഇനിയിപ്പോ നമ്മൾ വണ്ടി ശ്രദ്ധിക്കാതെ പോയതാണോ, അതോ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് പിശാചിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, റൈറ്റ് ബ്രേക്ക് ലൂസായി വണ്ടി പെടച്ച് നടു റോട്ടിൽ അടിച്ചു മറിഞ്ഞു. അങ്ങനെ പുറകെ വന്ന ഒരു ക്ലീനർ, തമിഴ്നാടൻ ലോറി ക്ലീനർ ഇറങ്ങി എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു. അത് നിമിത്തം എനിക്കിപ്പം ശാരീരികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അന്നേരം എന്റെ ഈ ഞരമ്പ് എനിക്ക് അന്നേരത്തെ എന്റെ ചിന്ത ഇത് ഞരമ്പങ്ങ് വലിഞ്ഞു പോയിന്നാണ് എന്റെ ചിന്ത. പ്രാർത്ഥനയ്ക്കായിട്ട് ജോയിസിനോട് ഞാൻ പറയുന്നു, ആ ആക്സിഡന്റിന് ശേഷം എനിക്ക് ശരീരത്തിന് ഈ ഏതുവശത്ത് ഈ ഞരമ്പ് ഇങ്ങനെ ഒരുമാതിരി സ്റ്റിഫ് ആകുന്ന പോലെ ഒക്കെയുള്ള ഒരു കാലിന്റെ പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ദൈവം മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അതെ, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ പലപ്പോഴും പലരുടെയും ധാരണ, ഇപ്പൊ ഒരാൾക്ക് ഒരു ക്യാൻസർ വന്നു, അതെന്തുകൊണ്ട് അങ്ങനെ ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ് നമ്മളൊക്കെ അല്ലേ അങ്ങ് പ്രാണം പിടിക്കുക. എന്താ സിസ്റ്റർ, എന്താ പാസ്റ്റർ ജീവിതത്തിൽ അങ്ങനെ? അതൊന്നും അല്ല. ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തുണ്ട്? അനർത്ഥങ്ങള്. അതിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമമായ പൗലോസിന്റെ ജീവിതത്തിൽ തന്നെ 9 കൃപയുടെ പ്രാർത്ഥനയല്ലേ പൗലോസ്. എന്നിട്ട് പൗലോസിന്റെ കഷ്ടതയ്ക്ക് വല്ല കുറവുണ്ടോ? ദൈവത്തിന് ഹല്ലേലൂയ. പൗലോസിന്റെ അത് തന്നെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടത്. അപ്പൊ ഈ ശബ്ദം കേൾക്കുമ്പോ ജോസിസ്റ്റർ ഇച്ചിരി കഷ്ടതയിലേക്ക് ആയിരിക്കുന്ന സഹോദരിമാർ ഇച്ചിരി കഷ്ടത വരുമ്പോഴത്തേന് എന്ത് ചെയ്യരുത്? പ്രാർത്ഥന കുറയരുത്, ആത്മീയ ആരാധന കുറയരുത്. ഒന്നും കൂടെ പൊന്നുനാഥനോട് പറ്റി ഇരുന്നോണം. ഇത്തിൽ മരത്തോട് പറ്റിയിരിക്കുന്ന പോലെ ഇവിടെ പൊന്നുനാഥനോട് പറ്റിയിരിക്കണം. അല്ലാതെ ഇച്ചിരി കഷ്ടതയോ അല്ലെങ്കിൽ എല്ലാവരും ഇച്ചിരി അനാവശ്യ വാക്ക് പറഞ്ഞെന്നോ അല്ലെങ്കിൽ വല്ല നുണപ്രചരണം നടത്തിയെന്നൊന്നും പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ധൈര്യം ഏറ്റെടുത്ത് അല്ലെങ്കിൽ തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്ത് നമ്മുടെ മരണം വരെ നമുക്ക് ഈ ലോകത്തിൽ നിലനിൽക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആ മരണത്തിൽ ദൈവമായി കർത്താവ് വിടുവിച്ചു അല്ലെ. പിന്നെ എന്റെ ജീവിതത്തിൽ ടോംസ് മോന്റെ അപകടം സിസ്റ്ററിന് അറിയത്തില്ലായിരിക്കും അല്ലേ? ഹല്ലേലൂയ. ടോംസിനും ലോഡ്സിനും കൂടെ നമ്മുടെ സ്തോത്രം ചെയ്യുന്നു. അയ്യോ പാസ്റ്റർ പേര് മറന്നു പെട്ടെന്ന്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആ പാസ്റ്ററുടെ സഭയിൽ ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവർ രണ്ടുപേരും രാത്രിയാ പോകുന്നത്. കാരണം അവിടെ ചെന്നാൽ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട്. അതുകൊണ്ട് രാത്രി പോയാൽ പിന്നെ മോർണിംഗിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇവർക്ക് പിന്നെ ഇവൻ ഓർഗനിസ്റ്റ് ആണ്. അവന് ഓർഗൻ വായിക്കാനും ലോഡ്സൺ പാടാനായിട്ട് പോയ വഴിക്ക് ആറ്റിങ്ങിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ടോംസ് മോൻ ഉറങ്ങി, വണ്ടി ആക്സിഡന്റ് ആയി, 2 കുഞ്ഞുങ്ങളും മരിക്കേണ്ടതായിരുന്നു. വളരെ സീരിയസായിരുന്നു. ദൈവം അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ഇപ്പൊ അവന്റെ ഹിപ്പിന് പ്രയാസമുണ്ട്. ദൈവത്തിന്റെ മഹത്വമെങ്കിലും കാലൂത്തി നടക്കാനും ഒത്തിരി ദൂരം വാഹനം ഓടിക്കത്തില്ല, കുറച്ച് ദൂരമൊക്കെ അവൻ വാഹനം ഓടിക്കും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മരണത്തിൽ ദൈവമായ കർത്താവ് അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ോട് ചേർന്നാ ജീവിക്കുന്ന യേശുവിനെ പറ്റി പറയുമ്പോഴും പാടുമ്പോഴും സാക്ഷ്യം പറയുമ്പോഴും എല്ലാം ഒരു തകർന്ന ഹൃദയം ദൈവമായ കർത്താവ് കുഞ്ഞിന് കൊടുക്കും. പരിശോധനയിലൂടെ നമുക്ക് തരുന്ന ആ തകർന്ന ഹൃദയം നമ്മുടെ അടുത്ത അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ തകർന്ന ഹൃദയത്തോടെ തന്നെ നിലവിളിക്കണം. കഷ്ടതയിലായിരിക്കുന്ന ദൈവദാസിമാരെ ദൈവസന്നിധിയിൽ സമയം വേറിട്ടിരുന്ന് അല്ലെ തകർന്ന ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ.
മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ചില വിഷയങ്ങളിൽ മുൻപാകെ ഒരു വിടുതൽ കാണുന്നില്ലെങ്കിൽ, നിന്റെ കുഞ്ഞിന്റെ വിവാഹമായിരിക്കും, അല്ലെങ്കിൽ വസ്തുവും വീടും മേടിക്കണം എന്ന് ഓർത്തിട്ട് പറ്റാത്തതായിരിക്കും. എനിവേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ദൈവത്തോട് പിറുപിറുക്കുകയോ മത്സരിക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. ദൈവസന്നിധിയിലേക്ക് താണിരുന്ന് ഒരു തകർന്ന ഹൃദയത്തോടെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. നാളത്തേതിലൊരു ആർപ്പിന്റെ കൊയ്ത്ത്. അത് നീ ഭാരപ്പെട്ട ആ വിഷയത്തിൽ ദൈവം നൽകുന്നത്. അങ്ങനെ ആ അപകടത്തിലും ദൈവമായ കർത്താവ് വിടിവിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ മഹാത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്റെ ജീവിതത്തിൽ എന്റെ യേശുവിന്റെ ശബ്ദം ഞാൻ നേരിട്ട് കേട്ടതുകൊണ്ട് എന്റെ യേശു ആരാണെന്ന് എനിക്കറിയാം. അവൻ എങ്ങനെ ഭയപ്പെടണമെന്ന് എനിക്കറിയാം. പൂർണ്ണതയുണ്ടെന്ന് പറയുന്നില്ല, എങ്കിൽ പോലും ജീവിതത്തിൽ എന്ത് പ്രതികൂലങ്ങൾ വരുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് എന്റെ യേശുവിനോട് പറയും, യേശുവേ ഞാൻ നിന്റെ ശബ്ദം കേട്ടവളാണ് യേശുവേ. ഒറ്റയ്ക്ക് ഭവനത്തിലായിരിക്കുമ്പോഴൊക്കെ യേശുവേ ഞാൻ നിന്റെ ശബ്ദം കേട്ടവളാണ് യേശുവേ. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ദൈവം, ഈ സർവശക്തനായ ദൈവം ആരെന്നറിഞ്ഞ് അവനെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കേണ്ടതിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെ, സ്വർഗം നമ്മളിൽ നിന്നൊരു ആത്മീയ ആരാധന. ന്യൂ ടെസ്റ്റമെന്റിലെ ദേവദാസിമാരെ സ്തോത്രം ചെയ്യുന്ന പ്രാർത്ഥന ആവശ്യമാണ്, സ്തോത്രം ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്. പക്ഷെ ശരീരം ഏൽപ്പിച്ചു കൊടുത്തുള്ള ആത്മീയ ആരാധന, അതാണ് സ്വർഗം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കണം. അതെന്താ കർത്താവേ തടസ്സം എന്ന് ഇങ്ങനെ ചോദിക്കണം. അപ്പൊ തടസ്സം ദൈവം പറയും, അത് ക്രമീകരിക്കണം. അതിനുശേഷം അതാ എനിക്ക് ലോകത്തിലായിരിക്കുമ്പോൾ നിന്റെ ശക്തി കർത്താവേ, നിന്റെ എനിക്ക് നിന്നെ ആ പൂർണ്ണതയിൽ ആരാധിക്കണം എന്ന് പറഞ്ഞുള്ള ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞ 18 വർഷം ആരാധന നടന്നുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ മഹത്വം. വീട്ടില് റൈറ്റ് സൈഡിലേക്ക് ഹോൾ ഇറക്കി അവിടെയായിരുന്നു ആരാധന. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു ആരാധന സൗകര്യം വസ്തു മേടിച്ച് പണിയണമെന്ന് ഓർത്തിട്ട് അത് നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനോജ് എന്ന് പറഞ്ഞൊരു ബ്രദറ്, അദ്ദേഹത്തിന് 2ാം എയർപോർട്ട് ക്വാളിറ്റി ഹോട്ടൽ, പ്രസിദ്ധിയുള്ള ഹോട്ടലാണ്. അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് മനോജിന്റെ വീട്. മനോജിന്റെ വീടിന്റെ മുകളിലേക്ക് ഒരു ഹോള് നമുക്ക് പണിത് തന്നു. നമ്മൾ പോയി ആരാധിച്ചാ മതി. പ്രൈസ് ദി ലോർഡ്. അത്ഭുതമല്ലേ? ഹല്ലേലൂയ. അദ്ദേഹം വളരെ പൈസ മുടക്കി നമുക്ക് സഭാ ഹോള് പണിത് തന്നു. ഹല്ലേലൂയ. അവിടെയാണ് ഇപ്പോൾ ആരാധന നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇനി എന്താ പറയണ്ടേ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. 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 ഒരു 60 പേര് താഴെയുണ്ട്. അതായത് ഇങ്ങനെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല്, ഇപ്പൊ പെന്തക്കോസ്ത് ഏതാ പരിശുദ്ധാത്മാവിന്റെ ശക്തി ശരീരത്തിൽ നന്നായിട്ട് അറിഞ്ഞവർക്ക് ഒരു ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു ശുശ്രൂഷ ഭൂമിയിൽ നിവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അവര് മരണം വരെ നിലനിൽക്കും. എന്ത് കഷ്ടത വന്നാലും അവരെന്ത് ചെയ്യും? അവര് നിലനിൽക്കും. ഇപ്പൊ പെന്തക്കോസ്ത് നാളില് അവരുടെ ശരീരം അറിയുന്ന പ്രകൃതി പോലും ദൈവം ഇടപെടുന്നു എന്ന് തെളിയിച്ചുകൊണ്ടല്ലേ ശിഷ്യന്മാരോട് ദൈവം പെന്തക്കോസ്ത് നാൾ 2ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ ചില എവിഡൻസ് അവിടെ പറയുന്ന എന്താ? അവിടെ ജനം പ്രകൃതിയിലൂടെയുള്ള പരിശുദ്ധാത്മ അവരുടെ ശരീരത്തിലേക്ക് അവര് തന്റെ ശക്തി അറിയാണ് അല്ലെ? സ്തോത്രം ചെയ്യുന്നു. അപ്പോ ഒരല്പ ശക്തി കൊണ്ടോ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മള് ഇതാക്കരുത്. അതല്ല ശരീരം അറിഞ്ഞുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം അനുഭവിച്ചതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരീരം ബെഡിൽ നിന്ന് തെറിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ ജോയ്സ് സിസ്റ്ററെ? ദൈവം ചെയ്തുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടില്ല. സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ദൈവശബ്ദം കേട്ടപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുകയാണ് ദൈവഭയം. അപ്പോൾ ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിന്റെ അവസാനം വരെ സാക്ഷിയായിട്ട് നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുള്ളൂ, വിശ്വാസം ഉറക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇപ്പൊ നോക്കിക്ക് എത്ര പേരാ നിസാര കാര്യങ്ങൾ വരുമ്പോ കർത്താവിനെ തള്ളി പറഞ്ഞ് ദൈവനാമം ദൂഷിപ്പിച്ച് അല്ലെ? പാട്ട് പോലും ഉണ്ട് അല്ലെ? എത്രയോ ഭക്തന്മാർ പട്ടുപോയ പോർക്കണം അല്ലേ? നിസാര വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ പൊന്നുനാഥനെയൊക്കെ തള്ളി പറയാന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലത്തെ കാര്യം എന്താണ്?
അതുപോലെ ജഡം, ഈ ജഡത്തെ നമുക്ക് വിശുദ്ധിയിൽ കാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ ജഡം ദൈവത്തിന്റെ വകയാണ്. നമുക്ക് സ്വന്തമായി നമ്മുടെ ശരീരത്തിൽ ഒന്നും നമുക്കൊരു അവകാശമേ ഇല്ല. ഇപ്പൊ കുടുംബജീവിതം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരുടെ ശരീരം, ഭർത്താക്കന്മാർക്ക് നമ്മുടെ ശരീരം. ഒരു ആത്മീയ കാര്യം ഞാൻ പറയുക, ആത്മാവിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരം വിശുദ്ധമായിരിക്കണം, നമ്മുടെ അവയവങ്ങൾ വിശുദ്ധമായിരിക്കണം. അങ്ങനെ വിശുദ്ധമാകണമെങ്കിൽ വെറുതെ പറ്റത്തില്ല. നമ്മുടെ ശരീരം അറിഞ്ഞുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. വില കൊടുക്കാതെ പറ്റത്തില്ല. സ്തോത്രം, നല്ലതുപോലെ വില കൊടുക്കണം. അപ്പോൾ നമുക്ക് വലിയ ആഴത്തിലുള്ള ഇടപെടൽ പ്രാപിക്കാം. അത് മതിയായതാണ്. ശമൂവേലിനെ വിളിച്ച അനുഭവം നമുക്കറിയാമല്ലോ. ശമൂലേ ശമൂലേ, ഏലി വിളിക്കുന്ന ശമൂലിന് തോന്നിയത്. പക്ഷെ ആരാ? ദൈവമല്ലേ വിളിച്ചത്. ആ ദൈവശബ്ദം കേട്ടാണ് അവൻ പ്രവാചകനായി മാറുന്നത്, ന്യായപാലകനായിട്ട് മാറുന്നത്, അല്ലേ? അതുപോലെ എബ്രഹാം എന്റെ നിലനിൽപ്പെന്ന് പറഞ്ഞത് തന്നെ എബ്രഹാമേന്ന് വിളിക്കുന്ന ആ ശബ്ദം. അതുപോലെ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസിന്റെ ശരീരം ദൈവശക്തിക്ക് കീഴ്പ്പെടേണ്ടതായിട്ട് വന്നു, അല്ലേ? നമ്മള് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നട്ടുച്ചയ്ക്ക് സൂര്യനെ അത് മാത്രമോ, അവന് ആരും പട്ടാളക്കാരനല്ലേ, അവന്റെ അടുത്ത് ആരും ഇല്ലാത്തവനെ വളരെ ആധികാരികമായിട്ട് ശൗലേ വിളിച്ച് ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നീ ആരാകുന്നു കർത്താവേ എന്ന് തിരിച്ചുള്ള മറുപടി എത്ര ഭയങ്കരമാണ്. ദൈവത്തിന് ഇടപെടൽ അവന്റെ കണ്ണിന്റെ കാഴ്ച പോയി. 3 ദിവസം തപ്പിയും തടഞ്ഞു നടന്നു. അവന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മ ശക്തി അവൻ അനുഭവിക്കുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകും കേൾക്കുന്ന ദേവദാസന്മാർ. അപ്പോ ഈ ശരീരത്തിൽ സ്വർഗം അറിഞ്ഞുള്ള ഒരു വിശുദ്ധീകരണം നടന്നാൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭവനത്തിന്റെ ഉള്ളറകളിലൊക്കെ നമുക്ക് കഴിയാനായിട്ട് പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞപ്പോ നമ്മൾ 100% ഞാൻ പൂർണ്ണതയുള്ളവളാന്നൊന്നും പറയുമല്ല കേട്ടോ. അപ്പൊ ശരീരത്തിൽ ഈ 2024 എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ശരീരം എന്നെ തൊട യേശുവേ, നീ ആരാന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്ത്. പൗലോസ് ചോദിച്ചത് നീ ആരാന്ന് കർത്താവേ. പിന്നത്തേതിൽ അവൻ ആരാന്ന് പൗലോസിന് പടിപടിയായിട്ട് അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തു, അല്ലേ? പൗലോസിനോട് ഇടപെടുന്ന ദൈവം, അല്ലേ? ഏത് കാര്യത്തിലും പൗലോസിനോട് ഒരു മനുഷ്യനെ പോലെ ഇടപെടുന്ന ദൈവം. അതാണ് നമുക്കും വേണ്ടത്. നമുക്ക് ഇനിയുള്ള ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ വല്ലാത്ത കാലഘട്ടത്തില് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവം ഇടപെടണം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ ദൈവത്തിന് വല്ലാത്ത എന്തെങ്കിലും ചിന്തകളൊക്കെ വിചാരി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോ സ്വർഗം നമ്മളോട് പറയണം, അങ്ങനെയല്ല ലൂസി, നിന്റെ കുഞ്ഞ് അങ്ങനെയല്ല, ഒരു വചനത്തിലൂടെയോ നിന്റെ കുഞ്ഞിങ്ങനെയാണ്. അങ്ങനെ ആ സ്വർഗീയ അനുഭവം പ്രാപിച്ചാലുണ്ടല്ലോ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ദൈവത്തിന് മഹത്വം 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 മഹത്വം. നിങ്ങളെ മനസ്സിലുമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, മനോഹരമായ സന്ധ്യാറായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിരദാസി ജോത്സിയോട് ചേർന്ന് കർത്താവേ, അവിടുത്തെ പാദപീഠത്തിൽ ഇരുന്ന് ഞങ്ങൾക്ക് നിന്റെ സ്നേഹത്തെ കുറിച്ച് വർണ്ണിക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് എത്ര പറഞ്ഞാലും പോരാ യേശുവേ. ഹല്ലേലൂയ. അതിനെ പറ്റി എത്ര വർണ്ണിച്ചാലും പോരാ കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിന്റെ കരങ്ങളിലേക്ക് കർത്താവേ മിനിസ്ട്രി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസി അനുഗ്രഹിക്കണമേ കർത്താവേ. നിന്റെ മകൾ ചെയ്യുന്ന ഈ പ്രോഗ്രാം നിമിത്തം അനേകര് വിടുതൽ പ്രാപിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം ചെയ്ത് ചൈതന്യം പ്രാപിപ്പാൻ, വിടുതലേറ്റെടുക്കുവാനൊക്കെ ഈ ദൈവം സഹായിക്കണമേ. കഴിഞ്ഞ കാലങ്ങൾ വളരെയധികം സ്വർഗീയ അനുഭവങ്ങൾ പ്രാപിച്ച് വിശ്വാസത്തിൽ വന്നിട്ട് ക്ഷീണിച്ചവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ അവരെ തട്ടി ഉണർത്തണമേ കർത്താവേ. ചാടി എഴുന്നേറ്റ് കർത്താവേ ആദ്യകാലങ്ങളിൽ പോലെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ആരാധിപ്പാൻ ഒക്കെയും ദൈവമായി കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോസഫിനെയും നിന്റെ ദാസിനെയും കുഞ്ഞുങ്ങളെയും ദൈവങ്ങളെയും ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊണ്ടും അതേം കൊണ്ടും വലിയ പ്രവർത്തിപ്പാൻ കഴിവുള്ള കർത്താവിന്റെ കരത്തിലേക്ക്, അത്ഭുത മന്ത്രിയായവന്റെ കരങ്ങളിലേക്ക് കർത്താവെ ശുശ്രൂഷ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവശ്രീലിനെ അനുഗ്രഹിക്കുന്നു, ദൈവ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കുന്നു. ദൈവം തന്നെ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാകിയാല് കർത്താവേ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബോംബെയിൽ ആ പട്ടണത്തിൽ ദൈവമേ ശക്തമായി കരങ്ങൾ ഉപയോഗിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മകൻ പുത്തൻ കർത്താവെ ആത്മാക്കളെ കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ചില പാതകളും മിനിസ്ട്രിയിൽ തുറന്നെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, മഹത്വം, മഹത്വം. കർത്താവിന്റെ ശക്തിയുള്ള കരത്തിലേക്ക് കർത്താവെ ഞങ്ങൾ വിഷയങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.